ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹലോ +1 കോമേഴ്സ് ഗായ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഏരിയ ആണ്. ചിലപ്പോൾ ഇതുപോലെ ക്ലാസ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടാവത്തില്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ട് അല്ലെ. അവിടെ നമുക്ക് GST എന്താന്ന് പറയുന്നുണ്ട്, GSTയുടെ ചെറിയ തിയറി പറയുന്നുണ്ട്. അത് നമുക്ക് എക്സാമിന് തിയറി ചോദിച്ചാൽ 3 മാർക്കിനുള്ളത് നമ്മൾ ഓൾറെഡി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഓക്കെ ഫൈൻ. അത് നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുമിച്ചിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ തേർഡ് ചാപ്റ്റർ, നമ്മുടെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നുള്ള നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ എത്തുമ്പോൾ, അതിന്റെ ഒരു അവസാനം എത്തുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് ജേണൽ എൻട്രികൾ വരുന്നുണ്ട് അല്ലെ. നമ്മൾ ജേണൽ എൻട്രിയുടെ പ്രോബ്ലത്തിൽ CGST, SGST, ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ്, ഇങ്ങനെ പല സംഭവങ്ങൾ കാണുന്നുണ്ട്. സോ ഞാൻ നമ്മുടെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ GST ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് ഇതിന്റെ കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ കോൺസെപ്റ്റുകളെല്ലാം ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എന്താണ് GST, ഈ GSTയിൽ തിയററ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ്, അതിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്, അതിൽ നിന്ന് തിയറി മാർക്കായിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടും, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ്, ആ മാർക്ക് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം. അതേപോലെ തന്നെ പ്രോബ്ലം ചോദിച്ചാൽ, പ്രോബ്ലം മീൻസ് നമ്മുടെ ജേണൽ എൻട്രീസ്, GST കണക്ട് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസ്, സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ 2 മാർക്കിന്റെ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ നമുക്ക് അതിന് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അത് എങ്ങനെ ആൻസർ ചെയ്യാം. സോ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാ, വരിക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ചില ആൾക്കാർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യലാണ്. ആ ജേണൽ എൻട്രിയുടെ സംഭവം ഒക്കെയാണ്. നമുക്ക് തിയറി ചോദിച്ചാൽ നമുക്ക് അറിയാം എഴുതാനുള്ളത്. പ്രോബ്ലം നമുക്ക് കുറച്ച് ഇങ്ങനെ നമ്മുടെ റിക്കറിംഗ് ആയിട്ട് അങ്ങനെ വരാറില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളൂ. എന്നിരുന്നാലും ആ ചോദ്യം ചോദിച്ചാൽ നമ്മളത് മിസ്സാക്കരുത്. സോ GSTയുമായി ബന്ധപ്പെട്ട എല്ലാം ഒരൊറ്റ സെഷനിൽ, നമ്മൾ അധികം ടൈം എടുക്കൂല, ഒരൊറ്റ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പ്രോബ്ലം തിയറി ഒക്കെയാണ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സെറ്റല്ലേ? അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് പോകാം. GST തിയറി ആൻഡ് ജേണൽ എൻട്രീസ്. സോ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ആസ് എ കോമേഴ്സ് സ്റ്റുഡന്റ്, കോമേഴ്സ് ചൂസ് ചെയ്തു എന്നുള്ള നിലക്ക് നമ്മൾ ഇനി ഒരുപാട് കേൾക്കാനും പഠിക്കാനും ഒക്കെ പോകുന്ന ഒരു ഏരിയയാണ് GST എന്നുള്ളത്. സോ ഞാൻ അതിന്റെ ഫണ്ടമെന്റൽ ബേസിക്സ് തൊട്ട് എന്തായി തരാം, ജേണൽ എൻട്രി വരെ നിങ്ങൾ എത്തിച്ചേരാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ കൂടെ നിന്നാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫണ്ടമെന്റലി സെറ്റ് ആക്കിയിട്ട് വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, എന്താ നമ്മുടെ ഇതിന്റെ പേരെന്ന് പറയുന്നത്, പേരെന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ നമ്മുടെ ഇതിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ? ഈ ഗുഡ്സ് എന്താ നമുക്കറിയാം, ഈ ഗുഡ്സ് എന്താ നമുക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് ഈ സർവീസ് എന്താന്ന് നമ്മൾ കേട്ട് പരിചയമുണ്ട്. അതേപോലെ തന്നെ ഈ ടാക്സ് എന്താന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഡയറക്ട്ലി നമുക്ക് അതൊരു പരിചയം ഇല്ലാത്തൊരു സാധനമായിരിക്കും അല്ലെ. ഓക്കെ, എന്തായാലും ഗുഡ്സ് എന്താ നമുക്കറിയാം ഒരുപാട് സാധനങ്ങൾ, നമുക്കറിയാം നമ്മുടെ കടകളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ ഒരുപാട് വാങ്ങുന്നുണ്ട്, നമ്മൾക്ക് അറിയാവുന്ന പല ആൾക്കാരും വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസുകളെ, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നമുക്കൊരു ചീട്ടിൽ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് തരുന്ന സമയത്ത് അതൊരു ഗുഡ്സ് അല്ല. നമ്മുടെ മെഡിസിൻസ് വാങ്ങുന്നതൊക്കെ അത് നമ്മൾ ഫാർമസിയിൽ നിന്ന് അതിന്റെ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഡോക്ടർ ഫീസ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നില്ലേ? അപ്പൊ അതിനെന്തിനാണ് ഡോക്ടർ നമുക്ക് സർവീസ് ആണ് തരുന്നത്? നമ്മുടെ ക്ലാസ് നിങ്ങൾ ക്യാഷ് കൊടുക്കാതല്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ് കേൾക്കുന്നത് എങ്കിലും നമ്മളൊരു സർവീസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ നമ്മൾ ട്യൂഷൻ ഒക്കെ പോവാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ക്യാഷ് കൊടുത്തിട്ട് അവിടെ നിങ്ങൾ ക്ലാസ് ഒരു സർവീസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ എന്താണ് സർവീസ്, എന്താണ് ഗുഡ്സ് എന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ നോളജ് വെച്ചല്ലേ നമുക്ക് അറിയാം എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് ടാക്സ് എന്നാണ്. എന്താണ് ടാക്സ്? GSTയുടെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ടാക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ടാക്സ് നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മലയാളം മീഡിയക്കാരാണെങ്കിൽ നികുതി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നികുതി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു നികുതി പണമാണ്, അല്ലെ നികുതിയാണ് നമ്മൾ ടാക്സ് എന്ന് പറയാറുള്ളത്. സോ ഈ ടാക്സുകൾ നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് അല്ലെ. നമുക്കറിയാം ഗവൺമെന്റ് ഒരുപാട് ഡെവലപ്മെന്റ്സും ഗവൺമെന്റിന്റെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന ഈ ക്യാഷ് കൊടുത്തിട്ടാണ്, അല്ലെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാണുന്ന റോഡുകളും, നമ്മൾ ഈ കാണുന്ന ഹോസ്പിറ്റൽസുകളും, നമ്മൾ ഈ കാണുന്ന സ്കൂളുകളും, അങ്ങനെ തുടങ്ങിയ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും നടന്നു പോകുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ കൊടുക്കുന്ന ചെറിയ ചെറിയ
ടാക്സുകളിൽ നിന്നാണ്. നമ്മൾ ചെറുതാ കൊടുക്കുന്നെങ്കിൽ വലിയ ആൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സോ എന്തെങ്കിലും അപ്പൊ എന്താണ് നികുതി നമുക്ക് ജസ്റ്റ് മനസ്സിലായി. ഇനി ഈ നികുതിയെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള നികുതി, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നികുതി. എന്താണ് പറയുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ള നികുതി, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നികുതി. നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സിന്റെ ഒരു 2 ടൈപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള നികുതി, അതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നികുതി. അപ്പൊ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ട്ലി നമ്മൾ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് അല്ല ഗവൺമെന്റിന് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടാക്സുകളാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? സോ സംഭവം നമ്മൾ എന്തായാലും ടാക്സ് ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. ബട്ട് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മളത് ഗവൺമെന്റിന് കൊടുക്കൂല, നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുത്ത് അവർ ത്രൂ അത് ഗവൺമെന്റിലേക്ക് എത്തും. അത്തരത്തിലുള്ള ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയറക്റ്റ് ടാക്സുകൾക്ക് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇൻകം ടാക്സുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ വരുമാനം ഉണ്ടാക്കിയ ഒരു നിശ്ചിത ഒരു ലെവലിന് അല്ലെങ്കിൽ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ വരുമാനം ഉണ്ടാക്കിയാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം. ഇതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആണ് GST എന്ന് പറയാൻ വേണ്ടി പറ്റാം. അതിന്റെ എക്സാമ്പിൾ ആണ് GST എന്ന് പറയാൻ വേണ്ടി പറ്റുക. ബിഫോർ 2017 ജൂലൈ 2017 അല്ലെങ്കിൽ ജൂലൈ 1 2017 മുന്നേ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ. ഒരു സാധനം മാനുഫാക്ചർ ചെയ്താൽ ഒരു ടാക്സ്, അത് വിൽക്കുമ്പോൾ ഒരു ടാക്സ്, നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആവശ്യങ്ങൾക്ക് പോകണം, നമ്മൾ അവിടെ ഒരു എന്റർടൈൻമെന്റ് ടാക്സ്, എൻട്രി ടാക്സ്, സർവീസ് ടാക്സ്, ഇങ്ങനെ പല ടാക്സുകൾ ഉണ്ടായിരുന്നു. ചില സമയത്ത് ഒരു ഗുഡ്സിന്റെ മേലെ, ഒരു സാധനത്തിന്റെ മേലെ 2 ടാക്സ് 2 രീതിയിൽ വരുമായിരുന്നു. ചില സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ ടാക്സ് കൊടുക്കണം, അത് വിൽക്കുമ്പോൾ ടാക്സ് കൊടുക്കണം, സർവീസ് ആണെങ്കിലും അതേപോലെ തന്നെ. ഇങ്ങനെ ഒരുപാട് ടാക്സുകൾ, ടാക്സ് ഇങ്ങനെ ടാക്സ് എന്നായിരുന്നു നമ്മുടെ ഇന്ത്യ ഒരു അവസ്ഥ 2017 വരെ എന്ന് പറയുമ്പോൾ, 2017 ജൂലൈ 1 വരെ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ മുന്നേ ഒരുപാട് കമ്മിറ്റികളൊക്കെ അങ്ങനെ നിലവിൽ വന്ന് അങ്ങനെ പല രാജ്യങ്ങളിലും നമ്മുടെ GST ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 2017 ജൂലൈ 1 മുതലാണ് നമ്മൾ എന്ത് വന്നിട്ടുള്ളത്, GST വന്നിട്ടുള്ളത്. സോ GSTയുടെ വരവോട് കൂടെ പല ഇൻഡയറക്റ്റ് ടാക്സുകൾ, ഓൾമോസ്റ്റ് 99% 95% ഇൻഡയറക്റ്റ് ടാക്സുകൾ എന്തായി, ഇല്ലാതായി. എല്ലാ സാധനങ്ങൾക്കും എല്ലാ സർവീസുകൾക്കും പിന്നെ എന്ത് ടാക്സ് ആയി, GST എന്നുള്ള ഒരു ടാക്സ് ആയിട്ട് അവിടെ നിലവിൽ വന്നു. അതായത് എക്സെപ്റ്റ് നമുക്ക് ഒരു എക്സെപ്ഷണൽ കേസുകളൊക്കെ ഉണ്ട്, അതൊന്നും അവിടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് വെച്ച് ബാക്കി എല്ലാ ഏരിയയിലും എല്ലാ ഗുഡ്സുകൾക്കും സർവീസുകൾക്കും ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ടാക്സ് ആണ്. 1 country 1 nation എന്നൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു രാജ്യത്ത് ഒരു ടാക്സ് എന്നുള്ള ഇംപ്ലിമെന്റേഷനോട് കൂടെ അല്ല ആ ഒരു പേരോട് കൂടിയൊക്കെ ഒരു വന്നൊരു ടാക്സ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത്. അപ്പൊ GSTയുടെ ഒരു ഇൻട്രോ നിങ്ങൾക്ക് കിട്ടി ഞാൻ വിചാരിക്കണം. ആദ്യത്തെ ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് GSTയുടെ ഒരു ഇൻട്രോ തരാന്നുള്ളത്. എന്താണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്, എന്താണ് GST, അതിലെ ഗുഡ്സ് നമുക്കറിയാം, സർവീസ് അറിയാം, പിന്നെന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ടാക്സ് ആണ്. ഈ ടാക്സ് എന്താ നമ്മൾ മനസ്സിലായി, ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു കമ്പൽസറി പേയ്മെന്റ് ആണ്. ഈ കമ്പൽസറി പേയ്മെന്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷ നികുതി എന്നൊക്കെ നമ്മൾ പറയായിരുന്നു. അതേപോലെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ഗവൺമെന്റ് ആയിട്ട് കൊടുക്കുന്നില്ല, നമ്മൾ വേറെ ഒരാൾ ത്രൂ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത്. ഇതാണ് GST എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് GST, നമ്മൾ സിമ്പിളി പറഞ്ഞു എന്താണ് നമ്മൾ GST എന്ന് സിമ്പിൾ പറഞ്ഞു. എന്താണ് GST നമ്മൾ സിമ്പിൾ പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മൾ GST എന്ന് നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ, ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ. എന്താ GST എന്ന് നമ്മൾ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് മനസ്സിലായി. അപ്പൊ അതെന്താ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്, നമ്മൾ സാധനങ്ങളും അതേപോലെ തന്നെ സേവനങ്ങൾക്കും, ചരക്കു സേവന നികുതി എന്നൊക്കെ പറയുന്നത്, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നികുതിയാണ് എന്തെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനങ്ങളും സേവനങ്ങൾക്കും എപ്പോഴാണ് ഇത് വിൽക്കുന്ന സമയത്ത്, ഇത് നമ്മൾ വിൽക്കുന്ന സമയത്ത് ആരാണ് വാങ്ങുന്ന ആളെ, അയാൾ ഇതിന്റെ ടാക്സ് കൊടുക്കണം. അപ്പൊ ഈ ടാക്സ് ആരാ വാങ്ങുന്നത്, ആ കടക്കാരനാണ് വാങ്ങുന്നത്. ഈ കടക്കാരൻ ഇനി എന്ത് ചെയ്യും, നമ്മുടെ ഗവൺമെന്റിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് ഇത് എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. GST is an example for indirect tax. അങ്ങനെ പഠിക്കണ്ട.
അങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടുള്ള ഒരു ആവശ്യം നമുക്ക് ആവശ്യമില്ല. സോ നമ്മളിത് പഠിക്കാൻ എന്തായാലും കൊമേഴ്സിലേക്ക് വന്നു, കൊമേഴ്സിലേക്ക് ഇറങ്ങി തിരിച്ചു. സോ എന്തൊക്കെ കോൺസെപ്റ്റ്ലി മാത്രം നമ്മൾ അക്കൗണ്ടൻസിയുടെ പ്രോബ്ലം പഠിക്കുന്ന പോലെ തന്നെ ഇവിടെയും കോൺസെപ്റ്റുകൾ ഉണ്ട്. ആ കോൺസെപ്റ്റ് നിയമം പഠിക്കുമ്പോൾ നിയമം പോലെ പഠിക്കും, അല്ലാതെ കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ പറഞ്ഞു തരുന്ന സമയത്ത് അതുപോലെ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് നമ്മളൊരു കടയിൽ നിന്ന് സാധനമാകുമ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും നിങ്ങൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലും ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ബില്ലില് CGST SGST അല്ലെങ്കിൽ GST എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടാവും, നമ്മളൊരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ടാക്സുകളൊക്കെ നമ്മൾ ഗവൺമെന്റിനല്ലേ കൊടുക്കേണ്ടത്, നികുതികളൊക്കെ ഗവൺമെന്റിനല്ലേ കൊടുക്കേണ്ടത്, പിന്നെ എന്നാത്തിനാ ഇവർ കൊടുക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടല്ലേ. അപ്പൊ ഇതെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഗവൺമെന്റിലേക്ക് എത്തിച്ചുകൊള്ളും. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് സർവീസ് നമ്മൾ സെയിൽ ചെയ്യുന്നു എന്ന് പറയില്ലല്ലോ അല്ലെ. ഡോക്ടർ ഇത്ര പേഷ്യന്റിനെ സെയിൽ ചെയ്തു അങ്ങനെ ആരും പറയോ, ടീച്ചർ ഇത്ര ക്ലാസ് ചെയ്യുന്ന എന്താ പറയാ, ക്ലാസ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ഇത്ര ക്ലാസ് നമ്മൾ കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു സെയിൽ എന്നുള്ളത് നമുക്കൊരു ഒരു നല്ലൊരു ടേം ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും, സപ്ലൈ നടത്തുമ്പോൾ എന്ന് പറയും. എന്ത് പറയും? സപ്ലൈ നടത്തുമ്പോൾ എന്ന് പറയും. ഗുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അത് നമ്മൾ ഗുഡ്സ് ആയാലും സർവീസ് ആയാലും സപ്ലൈ നടത്തുന്ന സമയത്താണ് എന്തെന്ന് പറയുന്നത്, ഈ GST വരുന്നത്. സപ്ലൈ നടക്കുന്ന സമയത്താണ് സപ്ലൈ, അത് നമ്മൾ സംഭവം സിമ്പിൾ സെയിൽ, സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു സെയിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാം. വലിയ ഡെഫിനേഷൻ ഒക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ ബൊമ്പടിക്കും. സിമ്പിൾ സപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ, സെയിലാണ് എന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഒരു സാധനം വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് GST അല്ലെങ്കിൽ കോമ്പോണൻസ് ഓഫ് GST. ടൈപ്സ് ഓഫ് GST. ഈ GST തന്നെ പല രീതിയിലാണ് പിടിക്കുക, പല രീതിയിലാണ് കൊടുക്കുക. അതേപോലെ തന്നെ കോമ്പോണൻസ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതാണ് നമുക്ക് തിയറി ആയിട്ട് 3 മാർക്കിനും അതേപോലെ തന്നെ MCQസിനൊക്കെ നമുക്ക് കയറി വരുന്നത്. ഞാൻ എഴുതുന്ന കാണുന്നുണ്ടെന്ന് വിചാരിക്കാണ്. നമുക്ക് MCQs ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് 3 മാർക്ക് 2 മാർക്ക് തിയറികൾക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ടൈപ്സ് ഓഫ് GST അല്ലെങ്കിൽ കോമ്പോണൻസ് ഓഫ് GST എന്ന് പറയുന്നത്. സോ ഇത് മാത്രം നമുക്ക് തിയറി ആയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു നമുക്കൊരു 5 മിനിറ്റ് പറയാൻ വേണ്ടി പോകുന്ന ഒരു 10 മിനിറ്റ് പറഞ്ഞ് ഞാൻ കോൺസെപ്റ്റ് സഹിതം പറയുന്നതുകൊണ്ട് അത്ര സമയം എടുക്കുന്നത്. ആകെ നമുക്ക് ഓൾറെഡി കേട്ട് പരിചയമുള്ള നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള CGST SGST IGST ഈ ഒരു 3 സാധനം നമുക്ക് 3 മാർക്കിന് ആവശ്യമുള്ളൂ. ബട്ട് നമുക്ക് നമ്മുടെ 3rd ചാപ്റ്ററിലെ നമ്മുടെ ജേണൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയില്ല, നമുക്ക് ബുദ്ധിമുട്ടാവും. സോ ഞാൻ എന്താക്കി തരാം, നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്താണ്, നമ്മൾ റിവിഷൻ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം, അതും കൂടെ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിയേ. നമ്മൾ പറഞ്ഞു സപ്ലൈ നടക്കുമ്പോഴാണ് നമുക്ക് GST അപ്ലിക്കബിൾ ആവുക, GST കൊടുക്കേണ്ടി വരിക. ഈ സപ്ലൈ തന്നെ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. കേരളത്തിലുള്ള എന്റെ വീട് വയനാടാണ്. സോ വയനാട്ടിലുള്ള ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിലേക്ക് സാധനം വിറ്റു. കൊച്ചിയിലേക്ക് സാധനം വിറ്റു. ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ സാധനം വിറ്റിട്ടുള്ളത്. ഈ കേരളത്തിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് ഇവിടെ സാധനം വിറ്റിട്ടുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വയനാട്ടിൽ തന്നെയുള്ള എന്റെ നാട് പിന്നെ മാറൂലല്ലോ. വയനാട്ടിലുള്ള ഞാൻ എന്ത് ചെയ്തു, രാജസ്ഥാനിലേക്ക് കുറച്ച് സാധനം വിറ്റു. എങ്ങോട്ടേക്ക് വിറ്റു? ഞാൻ രാജസ്ഥാനിലേക്ക് കുറച്ച് സാധനം വിറ്റു. അപ്പൊ ഇപ്പൊ ഇതെങ്ങനെയാണ് ഇവിടെ സെയിൽ നടന്നിട്ടുള്ളത്? കേരളത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പോയി? രാജസ്ഥാനിലേക്ക് പോയി. ഇപ്പൊ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുള്ളത്. ഈ 2 എക്സാമ്പിൾ പഠിച്ചാൽ തന്നെ നമുക്ക് തിയറിയും പ്രോബ്ലത്തിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും സിമ്പിൾ ആയിട്ട് കിട്ടി. അത്രയേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. സോ ഇവിടെ ഫസ്റ്റ് എന്താ നടന്നിട്ടുള്ളത്? വയനാട്ടിലുള്ള ഞാൻ കൊച്ചിയിലേക്ക് വിറ്റു. അതായത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ട്രാൻസാക്ഷൻ, അതായത് സപ്ലൈ. നമ്മൾ സപ്ലൈനെ പറ്റിയാണ് പറയുന്നത്. സോ ഒരു സ്റ്റേറ്റിനുള്ളിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് നമ്മുടെ കൊല്ലത്തേക്കോ പത്തനംതിട്ട ആലപ്പുഴയിലേക്കോ എങ്ങോട്ടേക്കായാലും ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്ന് 2 ജില്ലകൾ തമ്മിലോ 2 നാടുകൾ തമ്മിലോ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലാണ് അവിടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാനൊരു പേര് വിളിക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഞാൻ അതിന് എന്താ പേര് വിളിക്കുന്നത്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ.
ഞാൻ അതിനൊരു പേര് വിളിച്ചു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് ഞാൻ പേര് വിളിച്ചു. അപ്പൊ അതെന്താ ഒരു ഇൻട്രാ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നുള്ള അർത്ഥം വരുന്നത്. സോ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടന്ന ഒരു സപ്ലൈ, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടന്ന ഒരു സപ്ലൈ, ഇതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിച്ചത്. ഇനി അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റ്, അപ്പൊ ഒരു സ്റ്റേറ്റുകൾ തമ്മിലാണ് അവിടെ എന്ത് നടക്കുന്നത്, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റുകൾ തമ്മിലാണ് അവിടെ എന്ത് നടക്കുന്നത്, സപ്ലൈ നടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ ഒരു പേര് വിളിക്കുകയാണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അവിടെ ഞാൻ എന്ത് പേര് വിളിച്ചു, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഞാൻ ഇവിടെ മറ്റൊരു പേര് വിളിച്ചതാണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. സോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഉള്ളിൽ തന്നെയാണ് സപ്ലൈ നടക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കും. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെയാണ് സപ്ലൈ നടക്കുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കും. ഇനിയാണ് നമ്മൾ മേജർ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന GST ഒരു പ്രത്യേകത ഉണ്ട്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് നമ്മുടെ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ചില ഇൻഡയറക്ട് ടാക്സുകൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്, ചില ഇൻഡയറക്ട് ടാക്സുകൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ GSTയുടെ വരവോടുകൂടെ എല്ലാത്തിനും പകരമായിട്ട് എല്ലാത്തിനും ഒരൊറ്റ ടാക്സ് ആയിട്ട് വന്നതാണ് എന്തെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന GST ഇവരെങ്ങനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാ ഇത് നമ്മൾ പേ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പേ ചെയ്തതിൽ നിന്നും പകുതി സെൻട്രൽ ഗവൺമെന്റിന് പകുതി സ്റ്റേറ്റ് ഗവൺമെന്റിന്. ഇതാണ് കോൺസെപ്റ്റ്. എന്താണ്, പകുതി സെൻട്രൽ ഗവൺമെന്റിന് പകുതി സ്റ്റേറ്റ് ഗവൺമെന്റിന്. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നടത്തിയ രണ്ട് സപ്ലൈ അല്ലേ നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഞാൻ ജസ്റ്റ് എന്താണ് ഇൻട്രാ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയും അതേപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയും, ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നടത്തുന്നത് ഇൻട്രാ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള സപ്ലൈ ആണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ടാക്സ് പകുതി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ്, പകുതി നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും. അതായത് നമ്മളുടെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ വയനാട് നിന്ന് കൊച്ചിയിലേക്ക് വിൽക്കുകയാണെങ്കിൽ ഞാനൊരു സാധനത്തിന്റെ എത്ര GST ഓരോ പെർസെന്റേജ് ഉണ്ടാവും, അത് നമ്മൾ ഓരോ കോഡ് വെച്ചിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സോ അതൊക്കെ നമുക്ക് മനസ്സിലാവില്ല, ജസ്റ്റ് ഗൂഗിൾ അടിച്ച സംഭവം നമുക്ക് അതിന്റെ പെർസെന്റേജ് കിട്ടും, അത് നമുക്ക് പഠിക്കണ്ട കേട്ടോ. സോ 12% ആകാം, 18% അങ്ങനെ എത്ര ശതമാനം വരെയും നമുക്ക് 40% വരെയൊക്കെ GST വരാം. അപ്പൊ എത്രയാണോ GST വന്നിട്ടുള്ളത് ആ GSTയുടെ പകുതി, നമുക്ക് എക്സാമ്പിൾ എന്താക്കുക, ഒരു 18% GST എന്ന് വിചാരിക്കും. അങ്ങനെ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 9%, മറ്റേ പകുതി എന്ന് പറയുമ്പോൾ 9%. സോ പകുതി നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും, പകുതി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും. സോ ഇൻട്രാ സ്റ്റേറ്റ് ആണ് നമ്മൾ നേരെ എന്താ ചെയ്യുക, നമ്മൾ 9% എങ്ങോട്ടേക്ക് കൊടുക്കും, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റ് ഞാൻ C എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ ബാക്കി പകുതി ശതമാനോ 18% 18% നമ്മൾ 9% എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. 9% നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റാണ് കൊടുക്കുക. 9% നമ്മൾ എവിടെയാണ് കൊടുക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൊടുക്കുക. സോ ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എത്രയെന്ന് മനസ്സിലായി, സ്റ്റേറ്റ് ഗവൺമെന്റ് എത്രയെന്ന് മനസ്സിലായി. ഇത് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, GST ആയിട്ടില്ലേ. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ടാക്സിന് നമ്മൾ എന്ത് ചെയ്യും, സിന്റെ കൂടെ GST എന്ന് എഴുതും, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സ്റ്റേറ്റിന്റെ കൂടെ ഉള്ള നമ്മൾ എന്ത് ചെയ്യും, എസിന്റെ കൂടെ GST ചെയ്തു. അപ്പൊ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയി. ഇതാണ് നമ്മൾ ഈ ഡ്രസ്സ് വാങ്ങുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും അതിൽ കാണുന്ന CGST SGST എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ സെയിലല്ലേ സപ്ലൈ നടക്കുന്ന സമയത്ത് പകുതി നമ്മൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, പകുതി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്. സംശയമില്ല, ഏതാ സ്റ്റേറ്റ് ഇവിടെ, കേരളയാണ്. ഏതാണ് സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. അതിൽ ആ ഒരു സംശയമില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, നമ്മുടെ കേരളത്തിൽ നിന്നും എങ്ങോട്ടേക്കായിരുന്നു, നമ്മുടെ കേരളത്തിൽ നിന്നും രാജസ്ഥാനിലേക്ക് അല്ലെ, നമ്മുടെ കേരളത്തിൽ നിന്നും രാജസ്ഥാനിലേക്ക്. സോ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പകുതി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ 9% പകുതി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് CGST ആയിട്ട് കൊടുത്തു വിചാരിക്കുക. ബാക്കി പകുതി നമ്മൾ ഏത് സ്റ്റേറ്റിനാണ് കൊടുക്കുക, വെദർ ഇറ്റ് ഈസ് ടു നമ്മുടെ കേരള ഓർ വെദർ ഇറ്റ് ഈസ് ടു രാജസ്ഥാൻ. നമ്മൾ ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തിലേക്കാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. സോ നമ്മൾ അവിടുത്തെ ഗവൺമെന്റിനാണ് കൊടുക്കേണ്ടത്, ഇവിടെയാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കുകയൊക്കെ ചെയ്യും. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒരു സ്റ്റേറ്റുകൾ തമ്മിലാണ് ടാക്സുകൾ അല്ലെങ്കിൽ സപ്ലൈ നടക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പകുതി സെൻട്രലിലെ പകുതി നമ്മൾ ആ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ് അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മൊത്തമായിട്ട് 18% ആണെങ്കിൽ 18% നമ്മൾ IGST ആയിട്ട് നമ്മൾ ആർക്ക് കൊടുത്താൽ മതി, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്താൽ മതി. സെൻട്രൽ
ഗവൺമെന്റിന് കൊടുത്താൽ മതി, സെൻട്രൽ ഗവൺമെന്റ് കൊടുത്താൽ മതി. ഈ IGST ഫുൾ ഫോം ആണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് GST ഫുൾ ഫോം നമുക്കറിയാലോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളത്. I വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വരും. അപ്പൊ നമ്മളിവിടെ എത്ര ടൈപ്സ് ഓഫ് GST പഠിച്ചു? ഒരു CGST പഠിച്ചു, ഒരു നമ്മുടെ SGST പഠിച്ചു, ഒരു നമ്മൾ എന്ത് പഠിച്ചു? IGST പഠിച്ചു, ഒരു IGST പഠിച്ചു. ഇതാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള GSTയുടെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. UTGST എന്ന് ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ചില സ്ഥലത്ത് UTGST കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ സ്റ്റേറ്റുകളല്ലാതെ കുറച്ച് യൂണിയൻ ടെറിട്ടറീസുകൾ ഉണ്ട്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അവർ നോക്കുന്ന അവരുടെ ഭരണത്തിന് കീഴിലുള്ള കുറച്ച് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലെ? നമ്മൾ ലക്ഷദ്വീപ് നമുക്കറിയാം, ലഡാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, അന്റാർട്ടിക്ക, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് നമ്മുടെ ഏകദേശം ഒരു 7ഓളം വരുന്ന യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. നമ്മുടെ ഇൻകം ടാക്സ് നമ്മുടെ GST ആക്ട് പ്രകാരം അതിൽ വരുന്ന ഒരു 7ഓളം നമുക്ക് എന്തുണ്ട്? ഒരു യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. സോ ആ യൂണിയൻ ടെറിട്ടറീസിന്റെ ഉള്ളിലാണ് ടാക്സ് നടക്കുന്നെങ്കിൽ അവിടെ അവർക്ക് SGST പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അവിടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല. അവിടെ SGST എന്ന് പറഞ്ഞ് പകുതി ടാക്സ് കൊടുക്കാൻ അവിടെ എന്തില്ല? അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല. അപ്പൊ അവരവിടെ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യുന്ന അറിയോ? അവരവരുടെ SGST യൂസ് ചെയ്യുന്ന പകരം അവിടെ എന്ത് യൂസ് ചെയ്യുന്ന അറിയോ? UTGST എന്ന് പറയുന്ന ടാക്സ് യൂസ് ചെയ്യും. അതായത് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒന്നുമില്ല, നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? SGST ആണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുക. ബട്ട് നമ്മൾ ഇവരാകുന്ന സമയത്ത്, നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് ആകുന്ന സമയത്ത് അവർക്ക് സ്റ്റേറ്റുകൾ ഇല്ലല്ലോ. സോ അതുകൊണ്ട് അവരെന്താ ചെയ്യുക? നമ്മുടെ SGST യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? അവിടെ മാത്രം അവരെന്ത് ചെയ്യും? UTGST യൂസ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ടൈപ്പ് ഓഫ് GSTകൾ പഠിക്കുകയാണ്. ഏതൊക്കെയുള്ളത്? SGST ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ SGSTക്ക് പകരം യൂസ് ചെയ്യുന്ന UTGST ഉണ്ട്, അതേപോലെ തന്നെ CGST ഉണ്ട്, അതേപോലെ തന്നെ IGST ഉണ്ട്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കാൻ ഏതൊക്കെയുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. SGST നമ്മളെ മനസ്സിലായി, നമ്മളെന്തായാലും യൂണിയൻ ടെറിട്ടറിയിലല്ലോ. സോ SGST, CGST, അതേപോലെ തന്നെ IGST, ഇത് മൂന്നുമാണ് ഈ 3 കോമ്പോണന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് GST എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ബേസിക്കലി നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഇത് മൂന്നുമാണ്. അപ്പൊ എന്താണ് ടൈപ്സ് ഓഫ് GST, ഇത് എങ്ങനെയാ വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ 3 മാർക്കിന്റെ തിയറിയോ MCQലോ എങ്ങനെ കയറി വന്നാലും അടിപൊളിയായിട്ട് എഴുതൂലേ? അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങൂലേ? അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങും. ഒരു സംശയമില്ല. എന്തെങ്കിലും സംശയം നിങ്ങളുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. സെറ്റ് അല്ലേ? സെറ്റ് ആണ്. അപ്പൊ സെറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഫയർ ഇട്ട് നിറച്ചോളാം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഒന്നും കൂടെ മനസ്സിലാകാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് UP അല്ലേ? ഉത്തർപ്രദേശ് നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്. ഞാൻ UP എന്ന് ഷോർട്ടാക്കി ചെയ്താണ്. ഇത് നമ്മുടെ ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ഈ ഉത്തർപ്രദേശിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു സ്റ്റേറ്റ്, അത് കണ്ടോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്റ്റേറ്റ് അവിടെ തന്നെ നടക്കുന്ന ഒരു സപ്ലൈ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്നാണ്. സോ ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ എന്താ ഇൻട്രാ, എന്താ ഇന്റർ എന്നൊക്കെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ് ഞാൻ ഡയറക്റ്റ് ഇത് കാണിച്ച കൺഫ്യൂഷൻ ആകുന്നതിനാണ് ഞാൻ എന്താ ചെയ്തത്? ആദ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു ചിത്രം കാണിച്ചു തരുന്നത്. സോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് നോക്കിയേ, ഒരു നമ്മൾ ഇതൊരു സ്റ്റേറ്റ് ആണ്, ഇതെന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ അതിന് നമ്മൾ എന്ത് വെച്ചു? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. അതിന്റെ ഉള്ളിൽ തന്നെയുള്ള സപ്ലൈ. അവിടെയാണ് നമ്മൾ എന്തൊക്കെ ടാക്സ് കൊടുക്കുക? പകുതി നമ്മൾ ആർക്ക് കൊടുക്കും? പകുതി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് SGST എന്ന് പറഞ്ഞു കൊടുക്കും, പകുതി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എത്രയാണോ പെർസെന്റേജ് അതിന്റെ നേർപകുതി, കൂടുതലൊന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല, അതിന്റെ നേർപകുതി സെൻട്രൽ, നേർപകുതി സ്റ്റേറ്റിനും എടുക്കും. ഇനി നേരെ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ, ഇത് നമ്മുടെ താഴെ തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജസ്ഥാനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ രാജസ്ഥാനൊക്കെ ഇവിടെ ഉണ്ട്. സോ അതേപോലെ തന്നെ അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് രാജസ്ഥാനിലേക്കാണ് എനിക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഈ തമിഴ്നാട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടത് മാത്രമേ കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് രാജസ്ഥാനിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഇന്റർ സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റുമാണ്. നിങ്ങൾ ഇമ്പോർട്ട്സ് ഇൻടു ഇന്ത്യ എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങൾ എന്താ എങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത്? രാജസ്ഥാനിലേക്ക്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റ് ആണെങ്കിൽ സോ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അവിടെ നമ്മൾ പകുതി CGST പകുതി SGST അങ്ങനെ നമ്മൾ പഠിച്ചിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? IGST എന്ന് പറഞ്ഞിട്ട് മൊത്തമായിട്ട് ഇന്റഗ്രേറ്റഡ് GST പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് GST എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ അവിടെ SGST പറയും, UTGST യൂസ് ചെയ്യും. സോ ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് പഠിച്ചുള്ളത്. ഒന്നും കൂടെ നോക്കിയേ. മെയിൻ കോമ്പോണന്റ് ഓഫ് GST അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ ആദ്യം നോക്കുക. സോ നമ്മുടെ ജേണൽ എൻട്രീസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. സോ നമ്മുടെ വിൽക്കുന്ന നമ്മുടെ സെയിൽസ്മാന്റെ പേര് അല്ലെങ്കിൽ സെയിൽസ്മാന്റെ സ്ഥലം പറഞ്ഞു തരും. എന്നിട്ട്
എവിടത്തേക്കാണ് പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ എവിടത്തേക്കാണ് സെയിൽ ചെയ്തതെന്ന് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ നോക്കണം ഇത് രണ്ടും ഒരേ സ്റ്റേറ്റിലാണോ. ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ നമ്മൾ ഏതൊക്കെ ടാക്സ് എടുക്കേണ്ടത്? CGST SGST ആണ്. യൂണിയൻ ടെറിട്ടറിയുടെ പ്രോബ്ലം നമ്മൾ വരാറില്ല, ബട്ട് മനസ്സിലാക്കാൻ ഇവിടെ കൊടുത്തു എന്ന് മാത്രം. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ IGST എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള അൾട്ടിമേറ്റ്ലി നമ്മൾ ബേസിക് എന്താണ് GST, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇതിന്റെ പേര് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിവിടെ ഇതിന്റെ ഇമ്പോർട്ട് ഇതും കൂടി നിങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ ഒന്നുമില്ല, നമ്മൾ പുറത്തു നിന്ന് നമ്മൾ പുറം രാജ്യത്തു നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും ഇല്ല അതുപോലെ കൺസിഡർ ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റിന് ഉള്ളിൽ നിന്ന് വാങ്ങിയതല്ലോ, പുറത്തുനിന്ന് വാങ്ങിയതല്ലേ. അപ്പോൾ ഇതൊരു IGST പോലെ നിങ്ങൾ എന്താക്കിയാൽ മതി, IGST പോലെ കൺസിഡർ ചെയ്താൽ മതി. ഒന്നും നിങ്ങളിപ്പോൾ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ ഞാൻ പിക്ചർ ഉണ്ടാക്കിയ സമയത്ത് എടുത്ത സമയത്ത് ഇതും കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് ടൈപ്സ് ഓഫ് GST, എന്താണ് കോമ്പോണന്റ് ഓഫ് GST എന്നൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മുടെ ഞാൻ 3 മാർക്കിന്റെ തിയറി മാർക്കിനുള്ളതും MCQ-നുള്ളതും ബേസിക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒക്കെ പറഞ്ഞു. നമുക്ക് ജേണൽ എഴുതാൻ ആവശ്യമുള്ള മാത്രമുള്ള കുറച്ച് തിയറികൾ, കോൺസെപ്റ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ആൻഡ് ഔട്ട്പുട്ട് ടാക്സ്. കോൺസെപ്റ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ആൻഡ് ഔട്ട്പുട്ട് ടാക്സ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കിയേ, ഇതാണ് ഇത് നമ്മളാണെന്ന് വിചാരിക്കാം. നമ്മൾ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആരെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഓക്കെ ഫൈൻ, ഇത് നമ്മൾ ആരെങ്കിലും ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ റീറ്റെയിലറിന്റെ അടുത്തുനിന്ന് സാധനം വാങ്ങി. ഈ റീറ്റെയിലർ എവിടെ നിന്നായിരിക്കും സാധനം വാങ്ങിയിട്ടുള്ളത്? ഹോൾസെയിലറിന്റെ അടുത്ത് സാധനം വാങ്ങിയിട്ടുണ്ടാവുക. സോ ഈ റീറ്റെയിലർ ആണ് നമ്മൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ വരുമ്പോൾ നമ്മൾ ഈ റീറ്റെയിലറിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ജേണൽ എൻട്രി ചെയ്തേണ്ടത്. സോ നിങ്ങൾ ഇത് ഞാനാണ്, നമ്മൾ ആരെങ്കിലും വിചാരിക്കേണ്ട, നമ്മൾ ഈ ബിസിനസ് ആരാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ജേണൽ എൻട്രി ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് കണക്ഷൻ കിട്ടും. നമ്മുടെ ഫ്രണ്ട് ആണോ അങ്ങനെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചോ. സോ ഇതാണ് നമ്മൾ റീറ്റെയിൽ ബിസിനസ് നടത്തുന്നത്, നമ്മൾ ഇതാണെന്ന് മനസ്സിലായി. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആരെയും വിചാരിച്ചിട്ടോ അതൊന്നും ഇവിടെ പ്രശ്നമില്ലേ. സോ ഇയാൾ എന്ത് ചെയ്യും? ഇവിടുന്ന് സാധനം വാങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് സാധനം വിൽക്കും. ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോട്ടോ, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളേ. നോക്കിയേ, ഈ റീറ്റെയിലർ എന്ത് ചെയ്തു എന്നറിയോ? 1000 രൂപയുടെ ഗുഡ്സ് ഈ റീറ്റെയിലർ എന്ത് ചെയ്തു? 1000 രൂപയുടെ ഗുഡ്സ് ഈ ഹോൾസെയിലറിന്റെ അടുത്ത് വാങ്ങിയെന്ന് വിചാരിക്കാം. 1000 രൂപയുടെ ഗുഡ്സ് ഈ ഹോൾസെയിലറിന് വാങ്ങിയെന്ന് വിചാരിക്കാം. എത്രയാണ് നമ്മുടെ GST വരുന്നത്? 12% നമ്മുടെ ടാക്സ് വരുന്നത്. 12% നമ്മുടെ ടാക്സ് വരുന്നത്. അപ്പൊ നോക്കി, ഇത് രണ്ടും വിത്തിൻ ദ ഒരു സ്റ്റേറ്റ്, നമ്മുടെ വിത്തിൻ കേരള തന്നെ. അപ്പൊ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാണ് കേട്ടോ. ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യാണ്. അപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മുടെ കാസർഗോഡ് ടു കണ്ണൂരോ അങ്ങനെ ഏതെങ്കിലും 2 ജില്ലകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ നാട് ഏതാണ് അത് അങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വിചാരിച്ചു. അപ്പൊ നമ്മൾ 12% GST നമുക്ക് മനസ്സിലായി. അത് കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയെടുത്ത കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6% നമ്മൾ എന്തായിട്ട് കൊടുക്കും? CGST ആയിട്ടും, അതേപോലെ തന്നെ 6% SGST നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. സോ റീറ്റെയിലർ ഹോൾസെയിലറിന് സാധനം വാങ്ങുന്ന സമയത്ത് എന്തൊക്കെയാ സംഭവിച്ചിട്ടുള്ളത്? 6% CGST-യും 6% നമ്മുടെ എന്തായിട്ട് SGST ആയിട്ടും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എത്ര എമൗണ്ട് വന്നിട്ടുണ്ടാവും നോക്കിയേ? 1000ന്റെ 6% എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 60 രൂപയല്ലേ? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 1000ന്റെ 60% എത്രയാ വരിക? 60 രൂപയാണ് വരിക. അതേപോലെ തന്നെ 60 രൂപയാണ് എന്ത് വരിക? നമ്മുടെ SGST വരിക. അങ്ങനെ 1120-നായിരിക്കും ഈ സാധനം വാങ്ങിയിട്ടുണ്ടാവുക. 1120-നായിരിക്കും സാധനം വാങ്ങിയിട്ടുണ്ടാവുക. ഇവിടെ ഞാൻ ഒരു കാര്യം പറയും, ശ്രദ്ധിച്ചോ. ഈ റീറ്റെയിലർ ഇവിടുന്ന് പർച്ചേസ് ചെയ്തതാണ്, ഹോൾസെയിലറിന് പർച്ചേസ് ചെയ്താണ്. പർച്ചേസ് പ്രൈസ് ആണ് ഈ 1000 എന്ന് പറയുന്നത്. ഇത് നടന്ന് GST ആയിട്ട് കൊടുത്താണ്. സോ ഈ പർച്ചേസ് എന്ന് പറയുന്നത് ആരുടെ എക്സ്പെൻസ് ആണ്? നമ്മുടെ റീറ്റെയിലറിന്റെ എക്സ്പെൻസ് ആണ്. ഈ പർച്ചേസ് എന്ന് പറയുന്ന ആരുടെ എക്സ്പെൻസ് ആണ്? നമ്മുടെ റീറ്റെയിലറിന്റെ എക്സ്പെൻസ് ആണ് ഈ പർച്ചേസ് എന്ന് പറയുന്നത്. സോ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റോട് കൂടെ വന്നിട്ട് കൊടുത്തിട്ടുള്ള ടാക്സ് ആണ് 120 എന്ന് പറയുന്നത്. 1000 രൂപ എന്തായാലും പർച്ചേസ് എന്നുള്ള എക്സ്പെൻസ് ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ടാക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുറച്ച് ചെലവാണ് 120 രൂപ എന്ന് പറയുന്നത്. സോ ഇതൊന്നും നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക? ഒരു എക്സ്പെൻസ് ആണ്. കാരണം എന്താ? ഇയാൾ കൊടുത്തതല്ലേ. നമ്മുടെ റീറ്റെയിലർ സാധനം വാങ്ങുന്ന സമയത്ത് ഈ ഹോൾസെയിലർക്ക് കൊടുത്തതാണ്. സോ ഇതൊരു എക്സ്പെൻസ് പോലെ തന്നെയല്ലേ ഉള്ളത്. ഇതൊരു അസറ്റ് ആണ് അൾട്ടിമേറ്റ്ലി വരിക. നമുക്കത് പിന്നെ മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു എക്സ്പെൻസ് പോലെ സിമ്പിളി മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് എഴുതുന്ന പോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് നമ്മുടെ എക്സ്പെൻസ് പോലെ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതും എന്താണ്? നമ്മുടെ ഒരു എക്സ്പെൻസ് ആണെന്ന് വിചാരിച്ചു. GST എക്സ്പെൻസ് ആണെന്ന് വിചാരിച്ചു. പർച്ചേസ് വന്നു, അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്തു? ഒരു എക്സ്പെൻസ് ആയിട്ട് വരികയും ചെയ്തു. ഇനി അതേപോലെ തന്നെ ഈ 1120 രൂപയുടെ സാധനം
1120 രൂപയുടെ സാധനം എന്ത് ചെയ്തു? 1120 രൂപ സാധനം എന്ത് ചെയ്തു? നമ്മൾ ഈ സപ്ലയർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർക്ക് എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. കൺസ്യൂമർ എന്ന് പറയുന്നത് ഇയാൾക്ക് എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. ഇയാൾ സെയിൽ ചെയ്തു 1120 സാധനം 1120 തന്നെയാണ് വിൽക്കുക. നിങ്ങൾ ആലോചിച്ചൊക്കെ 1120 രൂപ എന്ന് പറയുന്ന അയാൾക്ക് വന്നിട്ടുള്ള ചെലവാ, അല്ലെങ്കിൽ 1000 രൂപ എന്ന് പറയുന്ന അയാളുടെ ചെലവാ. സോ അൾട്ടിമേറ്റ്ലി അയാൾ എന്ത് ചെയ്തു എന്ന് വിചാരിക്കുക? ഒരു 1500 രൂപക്കാണ് ഇത് വിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഇത് എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 1500 രൂപക്കാണ് വിൽക്കുന്നത്. 1000 രൂപ ചെലവും 120 രൂപ ടാക്സും കൊടുത്തതാണ്. സോ അങ്ങനെ 1120 രൂപ ബാക്കി സാധനം എന്ത് ചെയ്തു? 1500 രൂപക്കാണ് നമ്മൾ ആർക്ക് വിൽക്കുന്നത്? നമ്മുടെ കസ്റ്റമർക്ക് വിൽക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 12% GST വരൂലേ? 12% വരും. ഇതും നമ്മുടെ ഒരേ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ വിചാരിക്കാം. അപ്പൊ 6% നമ്മൾ ആർക്കാ കൊടുക്കുക? സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കും. 6% നമ്മൾ ആർക്കാ കൊടുക്കുക? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ 1500 രൂപയുടെ 6% എത്രയാണ് വരിക? 6% എത്ര വരിക? എത്ര നിങ്ങളൊന്ന് പറഞ്ഞേ? 90 രൂപയല്ലേ വരിക? 1600 രൂപ 1500 രൂപയുടെ 6% എന്ന് പറയുമ്പോൾ 90 രൂപയാണ് വരിക. സോ 90 രൂപ നമുക്ക് എന്ത് കിട്ടി? CGST ആയിട്ട് കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് കിട്ടി. അതേപോലെ തന്നെ SGST ആയിട്ടും 90 രൂപ കിട്ടി. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടി? 1500 പ്ലസ് 90 അടിക്കുമ്പോൾ 1680 രൂപയാണ് കിട്ടിയുള്ളത്. 1680 രൂപയാണ് കിട്ടിയുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ കൺസ്യൂമറിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സാധനം വിറ്റ സമയത്ത് ക്യാഷ് കിട്ടി. സോ ഈ 1500 രൂപ നമുക്ക് എന്താണ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം? ഇതല്ലേ നമ്മളെന്ന് പറഞ്ഞത്? നമുക്ക് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ 1500 രൂപ നമുക്ക് സെയിൽ ഇൻകം ആണ് നമുക്കറിയാം അല്ലെ? സെയിൽ ഇൻകം ആണ് നമുക്കറിയാം. സോ ഇത് നമുക്ക് എക്സ്പെൻസ് ആണ്, നമ്മുടെ പർച്ചേസ് എന്നുള്ളത്. ഈ സെയിൽ എന്നുള്ളത് നമുക്ക് ഇൻകം ആണെന്ന് മനസ്സിലായി. ഈ ഇൻകത്തിന്റെ കൂടെ അല്ലേ നമുക്ക് ഈ 90 രൂപയും കിട്ടുള്ളത്? സോ ഇതും ഒരു ഇൻകം ആയിട്ട് തൽക്കാലം നിങ്ങൾ കരുതി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുക? ഒന്നെങ്കിൽ ഇൻകം ആയിട്ട് കരുതുക, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് കാണുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 90 രൂപയും അങ്ങനെ 180 രൂപ കസ്റ്റമറിന്റെ അടുത്ത് നമ്മൾ വാങ്ങി, ഇത് നമ്മുടെ പോക്കറ്റിൽ ഇടാനാണോ? ആസ് എ ബിസിനസ് മാനെ 90 രൂപയും 90 രൂപ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാമെന്ന് പറഞ്ഞ് 90 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ടാക്സ് ആയിട്ട് നമ്മുടെ കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് എത്ര രൂപ വാങ്ങി? 180 രൂപ വാങ്ങി. ഇല്ലടാ, 180 രൂപ നമ്മൾ എന്ത് ചെയ്തു? 180 രൂപ നമ്മൾ ടാക്സ് ആയിട്ട് വാങ്ങി. ഇത് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാനുള്ളത്, നമ്മുടെ പോക്കറ്റിൽ ഇടാനുള്ളതല്ല. സോ നമുക്ക് ഇതൊരു ലയബിലിറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത്. കാരണം നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിൽ ലയബിലിറ്റി എന്നല്ലേ നമ്മൾ പഠിച്ചത്? വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് ആണെങ്കിൽ അത് ലയബിലിറ്റി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഈ 180 രൂപ നമുക്ക് കൊടുക്കാനുള്ളതാണ്. സോ ഈ 180 രൂപ നമ്മൾ ബിസിനസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുക? ഒരു ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇൻകം ആയിട്ട് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ സിമ്പിൾ ഞാൻ എക്സ്പെൻസ് ഇൻകം കണക്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇൻകം ആയാലും ലയബിലിറ്റി ആയാലും കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആലിസിന്റെ റൂൾ പഠിച്ചില്ലേ? കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സെയിലിന്റെ കൂടെ ഈ ഒരു എമൗണ്ടുകളും ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ഇവിടെ അൾട്ടിമേറ്റ് നടന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ലെവൽ ഞാൻ പറയാം. ഇതിന്റെ ഫൈനൽ ലെവൽ ഞാൻ പറയാം. നോക്കിയേ 180 രൂപ ഞാൻ ജസ്റ്റ് ഇവിടെ മുകളിൽ കാണിച്ചു തരാം. 180 രൂപ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങി. 180 രൂപ. അതിൽ എങ്ങനെയാണ്? 90 രൂപ CGSTയും 90 രൂപ SGSTയും. CGST അതേപോലെ തന്നെ SGST എന്ന് പറഞ്ഞുകൊണ്ട് 90 കൂടെ കൂടി 180 രൂപ നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങി. സോ ഇത് ഗവൺമെന്റിന് കൊടുക്കണം. കാരണം ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് നമ്മൾ വാങ്ങിയത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് ആ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കാതെ നമ്മുടെ കയ്യിൽ തന്നു മാത്രം. നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഇത്ര എമൗണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്ര എമൗണ്ട് കൊടുക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് കൊടുത്ത ഒരു സാധനം ഉണ്ടല്ലോ, ഗുഡ്സ്. ആ ഗുഡ്സ് ഇവിടുന്ന് വാങ്ങുമ്പോൾ ഇവിടെ ഒരു 120 രൂപ ഇയാൾ ഇവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ നടന്നിട്ടുള്ളത്? ഓൾറെഡി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 120 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? 60 രൂപ CGST എന്ന് പറഞ്ഞിട്ട് 60 രൂപ SGST എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയേ? ഇയാൾ ഓൾറെഡി നമ്മുടെ ഹോൾസെയിലറിന് സാധനം വാങ്ങിയപ്പോൾ ഇതേ സാധനം വാങ്ങിയ സമയത്ത് ഇതേ സാധനം വാങ്ങിയുമായി ബന്ധപ്പെട്ടിട്ട് 60 രൂപ CGSTയും 60 രൂപ SGST എന്ന് പറഞ്ഞുകൊണ്ട് സാധനം വാങ്ങുന്ന സമയത്ത് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവര് ഈ സാധനം നമ്മൾ നേരെ എന്ത് ചെയ്തു? നമ്മൾ ഉപയോഗിക്കാതെ കസ്റ്റമർക്ക് കൊടുത്തു. ആ കസ്റ്റമർ എന്ത് ചെയ്തു? അത് നമ്മൾ കുറച്ച് ലാഭം കൂടുതൽ കൂട്ടിയത് കൊണ്ട് അവരെന്ത് ചെയ്തു? കുറച്ച് ടാക്സും കൂടുതൽ അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? അവർ 90 രൂപയാണ് തന്നിട്ടുള്ളത്. അങ്ങനെ 180 രൂപ
നമ്മൾ ഈ 90 രൂപയും അതായത് 180 രൂപ ഗവൺമെന്റ് അൾട്ടിമേറ്റ്ലി കൊടുക്കണമായിരുന്നു. ബട്ട് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗുഡ്സിന്റെ തന്നെ 60 രൂപ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ആദ്യം കൊടുത്തിട്ടുണ്ട്. സോ ഇനി അൾട്ടിമേറ്റ്ലി ഇനി ബാക്കി എത്രയും കൊടുക്കേണ്ടി വരിക, നമ്മൾ 90 രൂപയിൽ നിന്ന് 60 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി ഓൾറെഡി 30 രൂപ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, CGST എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതേപോലെ തന്നെ 90 രൂപയിൽ നിന്ന് 60 രൂപ കുറച്ച് ബാക്കി 30 രൂപ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, SGST ആയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, SGST ആയിട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയോ ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്? ഞാൻ എന്താ പറയുന്നത് മനസ്സിലായി? ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ റീറ്റെയിലർ എന്ത് ചെയ്തു, ഹോൾസെയിലർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 60 രൂപ CGST, 60 രൂപ SGST എന്ത് ചെയ്തു, ടാക്സ് പേ ചെയ്തു. ഇത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെ? എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ബട്ട് ഇയാളുടെ മൈൻഡിൽ ഉണ്ട്, നാളെ ഞാൻ ഈ സാധനം വിൽക്കുമ്പോൾ എനിക്ക് ഇതിന് ടാക്സ് കിട്ടും. സോ ആ ടാക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ടാക്സ് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതിയാവും. സോ ഇത് എക്സ്പെൻസ് അല്ല, നമുക്കങ്ങനെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മൾ ഇതിനെ അസറ്റ് എന്നാണ് വിളിക്കുക, അല്ലെ? നമ്മൾ അസറ്റ് എന്നാണ് ഇതിനെ നോർമലി വിളിക്കാറുള്ളത്. നിങ്ങൾ അസറ്റ് എന്ന് കരുതിയാലും എക്സ്പെൻസ് എന്ന് കരുതിയാലും ജേണൽ എൻട്രി ഒരേ ട്രീറ്റ്മെന്റ് അവരല്ലേ. ആലിസിന്റെ ഒന്നാമത്തെയും അവസാനത്തെയും കാലമായിട്ടുള്ള അസറ്റിനും എക്സ്പെൻസിനും കൂടിയ ഡെബിറ്റ് കുറഞ്ഞ ക്രെഡിറ്റ് എന്നല്ലേ. സോ അസറ്റ് ഓർ എക്സ്പെൻസ് എന്നുള്ള മെന്റാലിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ റീറ്റെയിലർ കസ്റ്റമർക്ക് വിൽറ്റ സമയത്ത് 90 രൂപ CGST ആയിട്ട് കിട്ടി, 60 രൂപ എന്തായിട്ട് കിട്ടി, SGST ആയിട്ട് കിട്ടി. ഇത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ്, ഇത് കൊടുക്കാൻ വേണ്ടി തന്നാണ്. ബട്ട് ഇതിന്റെ ഓൾറെഡി 60 നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. 60 രൂപ സെൻട്രൽ ഗവൺമെന്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, 60 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതിൽ നിന്നും ഓൾറെഡി കൊടുത്തത് കുറച്ചിട്ട്, അതായത് എത്രയാണ് കൊടുക്കാനുള്ളത് 90, അതിന് ഓൾറെഡി എത്ര കൊടുത്തു, 60 കൊടുത്തിട്ടുണ്ട്. ഇനി നെറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 90 നിന്ന് 60 രൂപ കുറച്ച് 30 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾ കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിനോരോ പേര് വിളിക്കുകയാണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് ഇല്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കുകയാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എക്സ്പെൻസ് പോലെ നമ്മൾ പേ ചെയ്തില്ലേ, അത് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കുകയാണ്. ഈ ഇൻപുട്ട് ടാക്സ് കൊണ്ട് നമുക്ക് എന്താണ്, നാളെ നമുക്കൊരു ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാകുമ്പോൾ, എന്താ സാർ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്, നമ്മൾ നാളെ സാധനം സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ടാക്സ് ഉണ്ട്. ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാനുള്ളതാ, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാനുള്ളതാ. സോ അങ്ങനെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന കുറച്ച് നികുതി ഉണ്ട്. ഇതാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം നമ്മൾ ഓൾറെഡി കുറച്ച് ഇൻപുട്ട് ടാക്സുകൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നാളെ ഈ ഔട്ട്പുട്ട് ടാക്സ് കിട്ടുമ്പോൾ ഈ ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ള ടാക്സ് എന്ത് ചെയ്താൽ മതി, ഗവൺമെന്റ് കൊടുത്താൽ മതി. സോ ഈ ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ളതാ. ഈ ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ളത്. കാരണം നാളെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ടാക്സ് കിട്ടുമ്പോൾ അത് ഗവൺമെന്റിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള നമുക്ക് എന്ത് കുറക്കാൻ വേണ്ടി പറ്റും, അത്രയും എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ ഇതൊരു ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ഒരു അസറ്റ് പോലെ പറയുന്നത്. ഈ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കസ്റ്റമേഴ്സിന്റെ അടുത്ത് കിട്ടിയ ഗവൺമെന്റ് കൊടുക്കാനുള്ള പൈസയാണ്, നമ്മുടെ പൈസയല്ല. സോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ബാധ്യതയാണ്. കാരണം നമ്മുടെ പൈസ നമ്മൾ വേറെ കൊടുക്കാനുള്ളതാ. അപ്പൊ നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ലയബിലിറ്റി ഫുൾ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേ, 60 രൂപയും കൊടുത്തു, ഈ 90 രൂപയും കൊടുത്തു, അങ്ങനെ ടോട്ടലി 150 രൂപ കൊടുത്തു. ആക്ച്വലി ആ സാധനത്തിന് മേലെ എന്തില്ല, ആകെ 12% ടാക്സ് ഉള്ളൂ. ആ 12% നമ്മൾ നോക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി 90 ആയിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ 150 കൊടുക്കുമ്പോൾ ടാക്സ് ഡബിൾ ടാക്സ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജിഎസ്ടിയുടെ ഏറ്റവും വലിയൊരു ഉപകാരമാണ്, നമ്മളൊരു സാധനത്തിന്റെ മേലെ ആദ്യമേ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോ, നമ്മളൊരു സാധനത്തിന്റെ മേലെ ആദ്യമേ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ അതിന്റെ ടാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. ക്ലിയർ ആയോ? എന്താ ഇൻപുട്ട് ടാക്സ്, എന്താ ഔട്ട്പുട്ട് ടാക്സ്? നമ്മൾ നെറ്റ് പേയ്മെന്റ് എങ്ങനെയാ വരിക, ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ഓൾറെഡി പേ ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി, നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഇതാണ് ബേസിക് ക്ലാരിറ്റി. ബേസിക് എന്നല്ല, എൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് GST കണക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ എല്ലാത്തിനും കൂടെയുള്ള ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തുതരാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു സിമ്പിൾ 2 മാർക്കിന്റെ ഒരു പ്രോബ്ലം ചിലപ്പോൾ വരാം, 4 മാർക്കിന്റെ ഒരു പ്രോബ്ലം ഇടയ്ക്കേ വരാറുള്ളൂ. അതെങ്ങനെയാ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. നിങ്ങൾ
ഞാൻ ഇത്രയും കോൺസെപ്റ്റുകൾ ക്ലാരിറ്റി തരുന്ന സമയത്ത് മേ ബി നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വറീഡ് ആകേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാം, 2 എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, വരാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ നിങ്ങൾ കണ്ടു പരിചയമുള്ള ഒരു 2 ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. സോ നമ്മൾ എന്താ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് പെയ്ഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ കൊടുത്തതാണ്. ഇതെന്താണ്? അസറ്റ് ഓഫ് ദ ബിസിനസ് ആണ്. കാരണം എന്താ, നാളെ നമുക്കൊരു ബാധ്യത, ലയബിലിറ്റി ആയിട്ട് ഔട്ട്പുട്ട് ടാക്സ് വരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഇത്രയും എമൗണ്ട് കുറക്കാൻ വേണ്ടി പറ്റും, അത്രയും ബാധ്യത നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഫ്യൂച്ചറിലെ ബെനിഫിറ്റ് കിട്ടുന്നതാണെങ്കിൽ അത് അസറ്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പൊ എന്താ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ടാക്സ് വിച്ച് ഈസ് റിസീവ്ഡ് ബൈ ബിസിനസ് ഫ്രം ദെയർ കസ്റ്റമേഴ്സ് വിത്ത് എമൗണ്ട് ഓഫ് സെയിലിന്റെ കൂടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കിട്ടുന്ന ടാക്സ് ആണ്. ഇത് നമ്മൾ എന്താണ്, ഗവൺമെന്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, നമുക്കൊരു ബാധ്യതയാണ്, നമുക്കൊരു ലയബിലിറ്റിയാണ്. ക്ലിയർ ആയോ? നമുക്കിതെന്താണ്, ഒരു ലയബിലിറ്റിയാണ്, ഒരു ബാധ്യതയാണ്. ഇത് നമ്മൾ ജേണൽ എൻട്രി ചെയ്തുമ്പോൾ നിങ്ങൾ എന്താക്കുക, ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ടാക്സ് സംഭവിക്കും. സോ ഇൻപുട്ട് ടാക്സ് അസറ്റ് ആയതുകൊണ്ട് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് കിട്ടും. ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് എന്താണ്, ബാധ്യത, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് പർച്ചേസ് നടക്കുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്ന ടാക്സ് അല്ലേ, സോ അതൊരു എക്സ്പെൻസ് പോലെ കാണാം. എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യാം. സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് സെയിലിന്റെ ക്യാഷ് കിട്ടുമോ, അതിന്റെ കൂടെ ഈ ഒരു ടാക്സും കിട്ടൂലേ. സോ അതും നിങ്ങൾ ഒരു ഇൻകം പോലെ കരുതിയാലും അപ്പോഴും നമുക്ക് ക്രെഡിറ്റ് ചെയ്താൽ ജേണൽ എൻട്രി തെറ്റൂല. അൾട്ടിമേറ്റ്ലി ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയാണോ, അപ്പോഴാണ് നമുക്ക് ഈ ലയബിലിറ്റി അസറ്റിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആവശ്യം മനസ്സിലാവുക. എത്രയാണോ നമ്മൾ ലയബിലിറ്റി ചെയ്തുള്ളത് അത് മൊത്തം ഗവൺമെന്റിന് കൊടുക്കേണ്ടതായിരുന്നു. ബട്ട് ഓൾറെഡി കുറച്ച് ഇൻപുട്ട് ടാക്സ് കൊടുത്തതുകൊണ്ട് അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്താൽ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട്, സിംപിളി ക്യാഷ് തന്നെയാണ് നമ്മൾ ക്യാഷ് ലെഡ്ജർ, നമ്മൾ ഇലക്ട്രോണിക്കലി ഇത് മൊത്തം ചെയ്യുക. നമ്മൾ ഇതിന്റെ മൊത്തം GST പോർട്ടലിൽ കയറിയിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ക്യാഷ് ഇട്ടിട്ട് അവിടെ നിന്നാണ് ക്യാഷ് എടുക്കുകയൊക്കെ ചെയ്യുക. സോ നിങ്ങൾ എന്ത് ചെയ്താൽ നമ്മൾ ബിസിനസിന്റെ ക്യാഷ് പോകുന്ന ക്യാഷ് ചെയ്താലും കുഴപ്പമില്ല, അല്ല ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ നിങ്ങൾ GST നമ്മുടെ തിയറി കോൺസെപ്റ്റ് ഒക്കെ എവിടെയോ കണ്ടിട്ടുണ്ട്, MCQസിലൊക്കെ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ എന്ത് ചെയ്യും, ബാക്കി ക്യാഷ് കൊടുക്കും. ഇതാണ് അൾട്ടിമേറ്റ്ലി പറഞ്ഞു തരാനുള്ളത്. ഫൈനലി നമ്മൾ എന്താ ചെയ്യുക, ഫൈനലി നെറ്റ് ടാക്സ്. എന്താ നെറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് കുറച്ചത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗവൺമെന്റിന് കൊടുക്കുക. എവിടെ നിന്നാണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ. അതായത് നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ കരുതുക. അതിലേക്ക് നമ്മൾ പൈസ ഇടുന്ന സമയത്ത് GST ഡിപ്പാർട്ട്മെന്റ് അതിൽ നിന്ന് പൈസ എടുത്തോളും. ആ രീതിയിൽ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. നോക്കിയേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേട്ടാ. ജസ്റ്റ് ഒന്ന് എന്റെ കൂടെ നോക്കിയേ. 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. സോ ഇത് 2 മാർക്കിനാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ 2 ട്രാൻസാക്ഷൻ ഉണ്ടാവും. അതിന്റെ IGST ആണോ, CGST ആണോ, SGST ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യുക. നമ്മൾ പർച്ചേസ് സമയത്ത് ഇൻപുട്ട് ടാക്സ് വരും, സെയിൽ നടക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ടാക്സ്, അത് മാത്രം ചെയ്താൽ മതി. ഒരു 3-4 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് സെറ്റ് ഓഫ് ചെയ്യുകയും വേണം. എന്താ സാർ സെറ്റ് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ പേയ്മെന്റ് ചെയ്യണം. ഇത് നമുക്ക് 2 മാർക്കിന്റെ പ്രോബ്ലം ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, AB ഉണ്ട്, അപ്പൊ അത് 2ന്റെയും ജേണൽ എൻട്രി പാസ് ചെയ്താലും മതി. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തോ, ബാലൻസ് സെറ്റ് ഓഫ് ചെയ്തിട്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ പേയ്മെന്റ് ചെയ്തോ. ഓക്കെ, record journal entries for the following transactions in the books of VMR. വയനാട്ടിലുള്ള VMR ലിമിറ്റഡ് എന്ന് പറയുന്ന VMR എന്ന് പറയുന്ന ബിസിനസ് എന്ത് ചെയ്തു, കമ്പനി ഫേം എന്തിലായിക്കോട്ടെ, ആ ബിസിനസ് എന്ത് ചെയ്തു, ആ ബിസിനസിന്റെ ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളുടെ വാങ്ങുന്ന ആളല്ല, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്, വയനാട്ടിലാണുള്ളത്. അപ്പൊ ഇനി ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അത് ഏത് ജില്ലയിലാണ്, ഏത് സ്റ്റേറ്റിലാണ് നോക്കണം. ഇവിടെയാണ് നമ്മൾ ഇൻട്രാസ്റ്റേറ്റിന്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് അവിടെ എന്താ, ഇൻട്രാസ്റ്റേറ്റ് നടന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ജേണൽ എൻട്രിയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ എഴുതുമ്പോൾ അതിന്റെ കൂടെ എന്താ എഴുതേണ്ടത്, നമ്മൾ CGST SGST എഴുതണം. ഇനി നേരെ മറിച്ചത് വേറൊരു സ്റ്റേറ്റിലാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻപുട്ട് IGST ഔട്ട്പുട്ട് IGST ഇതായിരുന്നു എഴുതാൻ പാടുള്ളൂ. ഒരേ സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് എഴുതുക, ഇൻപുട്ട് CGST ഇൻപുട്ട് SGST എന്ന് എഴുതും. ഔട്ട്പുട്ട് സെയിൽ നടക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് SGST ഔട്ട്പുട്ട് CGST എന്ന് എഴുതും. ക്ലിയർ ആയോ? അതിനുള്ള ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്, ബോട്ട് ഗുഡ്സ് ഫോർ, നമ്മുടെ ജേണൽ നമ്മുടെ GSTയുടെ എത്ര പെർസെന്റേജ് തന്നിട്ടുണ്ട്, CGST SGST 9% 9% എന്ന് പറഞ്ഞു. ഇനി ഇതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ
നമ്മുടെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും കേട്ടോ. ഇനി GST 18% പറഞ്ഞെന്ന് വിചാരിക്കാം. GST 18% പറഞ്ഞെന്ന് വിചാരിക്കാം. നോക്കിയേ, വയനാട്ടിലാണ് നമ്മളുടെ വാങ്ങുന്ന ആള് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ഉള്ളത് നോക്കുക. അപ്പൊ രണ്ടാമത്തെ എന്താണ്, കൊച്ചി എന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത്. സോ വയനാട്ടിൽ നിന്ന് കൊച്ചി എന്നാണ്. സോ ഇവര് പറഞ്ഞിട്ടില്ലെങ്കിൽ CGST ST എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും, 18% പകുതി നമ്മൾ എന്ത് ചെയ്യും, SGST എന്ന് പറഞ്ഞു പകുതി CGST പറഞ്ഞിട്ട് നമ്മൾ എഴുതുമായിരുന്നു. അതേപോലെ തന്നെ സോൾഡ് ഗുഡ്സ് ടു കാലിക്കറ്റിലാണ് വിറ്റുള്ളത്. അപ്പൊ വയനാട്ടിൽ ഞാൻ കാലിക്കറ്റ് കിട്ടും. അതും ഏതാണ്, നമ്മുടെ ഇൻട്രാ സ്റ്റേറ്റ് തന്നെയാണ്. പകുതി നമ്മൾ SGST ആയിട്ടും പകുതി നമ്മൾ CGST ആയിട്ടും കൊടുക്കും. ക്ലിയർ ആയോ? സെയിലാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നമുക്ക് നേരെ നോക്കിയാലോ, നേരെ നോക്കി ഇതിന്റെ ജേണൽ എങ്ങനെ ബേസാണ്. സോ പർച്ചേസ് നടക്കുന്ന സമയത്തുള്ള ജേണൽ ഞാൻ പഠിപ്പിച്ചേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ സെയിൽ നടക്കുമ്പോൾ ഞാൻ ജേണൽ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പർച്ചേസ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഇൻപുട്ട് GST എന്നുള്ള സംഭവം വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ സെയിൽ എടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് GSTയുടെ കോൺസെപ്റ്റും വരും. അത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തില് ഫസ്റ്റ് ജേണൽ എൻട്രി എന്താ വരിക, ബോട്ട് ഗുഡ്സ്. ഇത് നമ്മുടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇൻട്രാണോ ഇന്റർ ആണോ എന്നാണ്. ഇന്റർ ആണോ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണോ പുറത്താണോ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഏത് ടാക്സസ് ആണ് അപ്ലിക്കബിൾ ആവുക, CGSTയും SGST ആണ്. ഇനി നേരെ മറിച്ച് ഇത് ഇന്റർ ആയിരുന്നുവെങ്കിൽ, സ്റ്റേറ്റുകൾ തമ്മിലായിരുന്നെങ്കിൽ അവിടെ IGST എഴുതി വരിക. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് ആയിരുന്നു. എവിടുന്നാ പർച്ചേസ് ചെയ്തുള്ളത്, ബോട്ട് ഗുഡ്സ് 50,000 ഫ്രം നമ്മൾ ക്യാഷിനാണ്, നമ്മൾ എവിടെ നിന്നാണ് പറയാത്തതുകൊണ്ട് ക്യാഷിനാണെന്ന് അസ്യൂം ചെയ്യാണ്. ക്യാഷിനായിരിക്കും വിറ്റത് വാങ്ങിയതൊക്കെ എന്ന് വിചാരിക്കാണ്. അപ്പൊ നമ്മൾ ക്യാഷ് പർച്ചേസ് എടുക്കുമ്പോൾ എന്താ ജേണൽ വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സോ നമ്മൾ ഇവിടെ GST ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി ചെയ്താൽ മതിയായിരുന്നു, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതിയാൽ പരിപാടി കഴിഞ്ഞിരുന്നു. എത്ര എമൗണ്ട് വന്നിട്ടുണ്ടാവുക, 1.5 ലക്ഷം എന്ന് എഴുതിയാൽ മതിയായിരുന്നു. 1.5 ലക്ഷം എഴുതിയാൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞിരുന്നു. 1.5 ലക്ഷം അവിടെ പരിപാടി കഴിഞ്ഞിരുന്നു. ബട്ട് ഇവിടെ GST ഉള്ളത് കൊണ്ട് നമ്മൾ ഈ 1.5 ലക്ഷത്തിന്റെ 9% സെൻട്രൽ ഗവൺമെന്റിനും 9% സ്റ്റേറ്റ് ഗവൺമെന്റിനും നമ്മൾ കൊടുക്കണ്ടേ. അത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധനം വാങ്ങുമ്പോൾ കൊടുക്കല്ലേ, നമ്മളൊരു അസറ്റ് ആയിട്ട് കാണണം. ഇൻപുട്ട് ടാക്സ് ആണ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ്, സെയിൽ നടക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ടാക്സ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കട്ടാ. സോ ഇൻപുട്ട് ടാക്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ അതൊരു അസറ്റ് ആയിട്ട് കാണണം ഞാൻ പറഞ്ഞിരുന്നു. സോ അസറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡെബിറ്റ് ചെയ്യണം. നിങ്ങൾ എക്സ്പെൻസ് പോലെ കരുതിയാലും കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡെബിറ്റ് ആണ്. സോ പർച്ചേസിന്റെ കൂടെ കൊടുക്കുന്ന ഒരു എമൗണ്ട് അല്ലേ, സോ ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പകുതി ആർക്കാ കൊടുക്കുക, പകുതി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും, CGST എന്ന് പറഞ്ഞുകൊണ്ട്. പകുതി നമ്മൾ ആർക്ക് കൊടുക്കും, നമ്മുടെ SGST എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ആയിട്ട് കൊടുക്കും. ഇനി നിങ്ങൾ കാണേണ്ടത് എങ്ങനെയാ, 1.5 ലക്ഷത്തിന്റെ 9% നിങ്ങൾ കാണണം. 1.5 ലക്ഷത്തിന്റെ 9% എത്ര വരിക, 1350 ആണ് ഇവിടെ വരിക. 1350 നിങ്ങൾ എന്തായിട്ട് കൊടുത്തു, സെൻട്രൽ ഗവൺമെന്റിന്. അല്ല നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഹോൾസെയിലർക്കാണ് കൊടുത്തിട്ടുള്ളത്. അയാൾ എന്ത് ചെയ്തോളും, അയാളുടെ ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാക്കി ഗവൺമെന്റ് കൊടുത്തോളും. ആ ഇൻപുട്ട് ടാക്സിൽ അത് ഫുൾ ആയിട്ട് അയാൾ ഗവൺമെന്റ് എത്തിച്ചോളും. സോ നമ്മൾ കൊടുത്തത് എങ്ങനെയാണ്, ഇൻപുട്ട് CGST ആയിട്ടാണ് കൊടുത്തുള്ളത്. അതേപോലെ തന്നെ 9% 1350 ആര് കൊടുത്തു, സോറി നമുക്കിത് ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് നമ്മളെന്ത് ഡെബിറ്റ് ചെയ്യേണ്ടത്. 1350 CGST ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തു, 1350 നമ്മുടെ SGST ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തു. മൊത്തത്തിൽ ഇയാളിപ്പോ എത്ര കൊടുത്തടാ, 2700 1.5 ലക്ഷവും 1,52,700 രൂപ ഇയാൾ എന്ത് ചെയ്തു, മൊത്തമായിട്ട് കൊടുത്തു. 1,52,700 രൂപ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ നരേഷൻ എഴുതി കൊടുക്കട്ടാ, ബോട്ട് ഗുഡ്സ് എന്ന് അത്ര എഴുതിയാൽ മതി. സോ എന്ത് ചെയ്തു, നമ്മുടെ ക്യാഷ് ആയിട്ട് മുഴുവനായിട്ട് കൊടുത്തു. ഇനി അടുത്ത രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ വരിക, സോൾഡ് ഗുഡ്സ് ടു കാലിക്കറ്റ്. അതും നമ്മുടെ വയനാട്ടിൽ നിന്ന് കാലിക്കറ്റിലേക്കാണ്, ഇൻട്രാ സ്റ്റേറ്റ് ആണ്. സോ സെയിൽ നടക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടൂലേ, സെയിൽ നടക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. അതേപോലെ തന്നെ നമുക്കിവിടെ സെയിലും നടക്കും. എത്ര സെയിൽ എത്രയാണ്, 2 ലക്ഷം രൂപയാണ് സെയിൽ എന്ന് പറയുന്നത്. സോ GST ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളിവിടെ ക്യാഷും എന്ത് ചെയ്തിരുന്നു, 2 ലക്ഷം എഴുതിയിട്ട് ജേണൽ എൻട്രി ക്ലോസ് ചെയ്യായിരുന്നു. ബട്ട് GST ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 ലക്ഷത്തിന്റെ ഒപ്പരം നമുക്ക്
നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടാക്സും കൂടെ അവരെ അടുത്തുനിന്ന് കിട്ടും. ടാക്സും കൂടി അവരെ അടുത്തുനിന്ന് കിട്ടും. സോ ഈ ടാക്സ് കിട്ടുന്ന സമയത്ത് ഇത് ഏത് ടാക്സ് ആണ്? ഞാൻ പറഞ്ഞു സെയിൽ നടക്കുമ്പോൾ നമുക്ക് ഏത് ടാക്സ് കിട്ടുക? ഔട്ട്പുട്ട് ടാക്സ് ആണ്. ഈ ടാക്സ് നമ്മുടെ പോക്കറ്റിലേക്ക് ഇടാനുള്ളതല്ല, ഇത് ഗവൺമെന്റിന് കൊടുക്കാനുള്ളതാണ്. സോ ഇത് ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇതൊരു ബാധ്യതയായിട്ടാണ്. വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് നമ്മുടെ ബാധ്യതയല്ലേ? നമ്മുടെ ബാധ്യതയായിട്ടാണ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻകം പോലെ കരുതിയാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എങ്ങനെ ക്രെഡിറ്റ് ചെയ്യുക? ഔട്ട്പുട്ട് ടാക്സ് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഔട്ട്പുട്ട് CGST അക്കൗണ്ട് എന്ന് എഴുതുക. അതേപോലെ തന്നെ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് SGST അക്കൗണ്ട് എന്ന് എഴുതുക. SGST അക്കൗണ്ട് എന്ന് എഴുതുക. സോ 9%, 2 ലക്ഷത്തിന്റെ 9% എന്ന് പറയുമ്പോൾ എത്ര വരെ നിങ്ങൾ പറഞ്ഞേ? 10% 20,000 അപ്പൊ 18,000 വരിക. 2 ലക്ഷത്തിന്റെ 9% എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിന്റെ നിങ്ങളത് പറഞ്ഞ് 2 ലക്ഷത്തിന്റെ 9% എന്ന് പറയുമ്പോൾ 18,000 അല്ലേ? ഓക്കെ, 18,000 രൂപയാണ് എന്ത് വരിക? നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വരിക. അത് ഒരാൾക്ക് മാത്രമാണല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2,36,000 രൂപയാണ്. 2,36,000 രൂപയാണ് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയുള്ളത്. നിങ്ങൾ ആലോചിക്കേ, നമ്മൾ ഇത് ഓൾറെഡി നമുക്കറിയാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട്, ഇത് നമുക്കറിയാം. അൾട്ടിമേറ്റ്ലി നമ്മൾ ഇവിടെ എന്ത് ചേഞ്ച് ആയി? എക്സ്ട്രാ നമ്മൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? എന്താണ്? നമ്മൾ ഇവിടെ പർച്ചേസ് നടക്കുമ്പോൾ GST ഉള്ള നമ്മൾ ടാക്സും കൂടെ കൊടുത്തു. സോ കൊടുക്കുന്ന ടാക്സ് ആയതുകൊണ്ട് ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞ് എഴുതി. അതേപോലെ തന്നെ വിൽക്കുന്ന സമയത്ത് ടാക്സ് ഉള്ളത് കൊണ്ട് തന്നെ ടാക്സും കൂടി GST കൂടെ കിട്ടി. സോ നമുക്ക് വിൽക്കുന്ന സമയത്ത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് എഴുതി. സോ നോക്കിയേ, 1,350 ടാക്സ് കിട്ടിയതിൽ 1,350 ടാക്സ് കിട്ടിയതിൽ 2 ലക്ഷത്തിന്റെ 13,500 ആയിരിക്കും അല്ലേ? ഇത് 13,500, ഐ തിങ്ക് 13,500 വരാൻ തോന്നുന്നുണ്ട് അല്ലേ? 1.5 ലക്ഷത്തിന്റെ 9% എന്ന് പറയുമ്പോൾ എത്ര വരാം? കാൽക്കുലേഷനിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നുണ്ട്. 1.5 ലക്ഷത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 9% അല്ലേ? 9% 13,500 വരിക കേട്ടോ. സോറി, 13,500 നമ്മുടെ ഇവിടെ എമൗണ്ട് വരിക. 13,500 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1,300 ഞാൻ ഒരു 0 കുറഞ്ഞു പോയതാണ്. 13,500 ഞാൻ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് തമ്മിൽ നല്ല വ്യത്യാസം കണ്ടപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാ കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ 13,500 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 27,000 ടാക്സും വന്നു. 2,700 അല്ല, 27,000 ടാക്സും വന്നു. 1.5 ലക്ഷം നമ്മുടെ എന്തും വന്നു, നമ്മുടെ ഈ പർച്ചേസിന്റെ എമൗണ്ടും വന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി എത്ര വന്നിട്ടുണ്ടാവും? 1,77,000 വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കേ, 1,77,000 വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ നോക്കിയേ, CGST നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി വന്നത്, അതേപോലെ തന്നെ SGST ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി വന്ന് നമ്മുടെ കയ്യിലേക്ക് എത്ര? 18,000 ആണ്. ബട്ട് നമ്മൾ ഓൾറെഡി എത്ര കൊടുത്തിട്ടുണ്ട്? 13,500 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത എൻട്രി എഴുതുന്നുണ്ടെങ്കിൽ 2 മാർക്ക് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 2 എഴുതിയാൽ തന്നെ ഒന്ന് വെച്ചിട്ട് നമുക്ക് 2 മാർക്ക് കിട്ടിക്കോളൂ. 4 മാർക്കിനൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? GST നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 13,500 കുറച്ചിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഗവൺമെന്റ് ക്യാഷ്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആയിട്ട് കൊടുക്കുന്ന പോലെ കാണിക്കുക. സോ ഇത് ഈ ഒരു ലയബിലിറ്റി നമ്മൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ലാപ്സ് ആയി പോലെ നമ്മുടെ കയ്യിൽ ഒരു ലയബിലിറ്റി ഉണ്ട്. ഈ ലയബിലിറ്റി നമ്മൾ കൊടുത്തു തീർക്കുമ്പോൾ ഈ ലയബിലിറ്റി കുറയൂലേ? സോ ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റോ ചെയ്യേണ്ട ക്രെഡിറ്റോ? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും നേരെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലയബിലിറ്റി ഒഴിവായിക്കോളും. 18,000. സോ ഈ 18,000 മുഴുവനായിട്ട് കൊടുക്കണ്ട. നമ്മളെടുത്തൊരു അസറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പൈസ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് കൊടുത്ത പൈസ നമുക്ക് പിന്നീട് ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നീട് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ലയബിലിറ്റി കുറക്കണം എന്ന് പറഞ്ഞിട്ടില്ല ആസറ്റ് നമ്മൾ എടുത്തു വെച്ചുള്ളത്. സോ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ക്രെഡിറ്റും ചെയ്യുക. സോ 18,000 ഡെബിറ്റ് ചെയ്തു, 13,500 ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ബാലൻസ് ഫിഗർ വരും. അത് നിങ്ങൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു തീർക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ക്ലാസ് വൈൻഡ് അപ്പ് ആക്കാം. അത് 4 മാർക്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. മേ ബി നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ക്ലാസ് വൈൻഡ് അപ്പ് ആക്കാം. ഇതും കൂടെ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ആക്കാം. നോക്കിയേ, റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST 5% ആണ്, SGST 5% ആണ്. ആൻഡ് ഓൾ transactions are occurred within Delhi. എല്ലാം സംഭവിച്ചുള്ളത് ഡൽഹി എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താ? ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് എല്ലാം നടന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നടന്നിട്ടുള്ളത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇത് ഇന്റർ സ്റ്റേറ്റ് വരുമ്പോൾ IGST വരുമ്പം നമുക്ക് ജേണൽ എൻട്രി ചെയ്താൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം CGST SGST ഇതിന് പകരം ഒറ്റ എൻട്രി ചെയ്താൽ മതി. ഇൻപുട്ട് IGST, ഔട്ട്പുട്ട് IGST. ഇവിടെ ഇത് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഫൈനൽ പേയ്മെന്റ് ചെയ്യൂലേ, അപ്പൊ അവിടെ IGSTയും CGSTയും SGST ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ചെറിയൊരു കുറക്കുന്നതും കൂട്ടുന്നതും ചെറിയൊരു പ്രശ്നം വരും. സോ അതുകൊണ്ട് ആ ലെവലിലേക്കൊന്നും നിങ്ങളോട് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. സംശയമുള്ള ആൾക്കാർ കമന്റ് ബോക്സ് വെച്ച് ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അതർവൈസ് നമ്മൾ എന്താണ്, നമുക്ക് ഈ SGST CGST കോൺസെപ്റ്റ്, ഈ ഒരു പ്രോബ്ലം മാത്രമേ നമ്മുടെ എക്സാമിന് മാക്സിമം
മാക്സിമം ചോദിക്കുള്ളൂ. ഇതന്നെ മാക്സിമം ലെവലാണ്. സോ ഞാൻ എന്താണ്, നമ്മളൊന്നും ഒഴിഞ്ഞു പോകരുതല്ലോ, ഒന്നും വിട്ടുപോകരുതല്ലോ. ഇതെങ്ങാനും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണല്ലോ. ആ രീതി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് ഈ ഒരു ലെവലിൽ ക്വസ്റ്റിനെ ചോദിക്കാറുള്ളൂ. ഈ ഒരു ലെവൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിൽ ക്വസ്റ്റിനെ ചോദിക്കാറുള്ളൂ. ഇനി ഇതിന്റെ ഒരു അഡ്വാൻസ് ലെവൽ ആയിട്ടും കൂടെ, അതായത് ഫൈനൽ സെറ്റിൽമെന്റും കൂടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ എന്താണ്, ഞാൻ ഈ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നോക്കാം. എല്ലാം ഡൽഹി തന്നെയാണ്, ഇൻട്രാ സ്റ്റേറ്റ് ആണ്. സോ അവിടെ SGST, IGST, SGST, CGST ആണ് വരെ 5% ആണ്. സോ ഷോബിറ്റ് ബോട്ട് ഗുഡ്സ് റുപ്പീസ് 1 lakh. 1 lakhന് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റിന് നമ്മൾ എന്ത് ചെയ്തു, സാധനം വാങ്ങിയിട്ടുണ്ട്. ക്രെഡിറ്റിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് ചെയ്യുന്നതിന് പകരം ആ ക്രെഡിറ്ററിന്റെ പേര് ഇവിടെ ഷോബിത്ത് ആരാണ്, ഷോബിത്ത് ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഷോബിത്തിന്റെ അടുത്ത് നിന്ന് വാങ്ങി റെക്കോർഡ് ജനററി സസ്യോമി. സോ ആരാണെന്ന് പറയുന്നില്ല. സോ ഷോബിത്ത് വാങ്ങി, എനിക്ക് തോന്നുന്നത് ഷോബിത്താണ് നമ്മൾ ബിസിനസ് മാൻ എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ബിസിനസ് മാൻ ഷോബിത്ത് ആണെന്ന് തോന്നുന്നുണ്ട്. ഷോബിത്തിന്റെ അടുത്ത് നിന്നാണ് ഗുഡ്സ് വാങ്ങിയെന്നുണ്ട്. കാരണം ഷോബിത്ത് വാങ്ങി എന്നല്ലേ പറയുന്നത്. സോ ഷോബിത്ത് എന്ത് ചെയ്തു, 1 lakh rupeesന് ക്രെഡിറ്റിന് സാധനമായി. സോ ക്രെഡിറ്ററിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. ക്രെഡിറ്റർ ആരാന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. 1 lakh ക്രെഡിറ്റിന് വാങ്ങിയെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റർ ചെയ്യുന്നത് പർച്ചേസ്, ക്യാഷ് പർച്ചേസ് നമ്മൾ എന്ത് ചെയ്താ, പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് പോയി എന്ന് എഴുതും അല്ലെ. പർച്ചേസ് അക്കൗണ്ട് ഇട്ട് ക്യാഷ് ചെയ്ത്, ക്രെഡിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്താ, പർച്ചേസ് അക്കൗണ്ട് ഇട്ട് ക്രെഡിറ്റേഴ്സ് ചെയ്ത് അങ്ങനെ എഴുതി കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ GST വരുന്നുണ്ട് എന്ത് കൊടുക്കുക, പർച്ചേസ് ആയതുകൊണ്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ആ ഇൻപുട്ട് തന്നെ നമ്മൾ ഈ ഇൻട്രാ സ്റ്റേറ്റ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, CGST ST എന്ന് എഴുതി കൊടുക്കുക. എന്നാൽ നേരെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. നമ്മൾ നേരെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അല്ലേ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ആണ് നമ്മളിവിടെ പർച്ചേസ് ആണ് നടക്കുന്നത്. നമ്മുടെ ഇവിടെ പർച്ചേസ് ആണ് നടക്കുന്നത്. ഡെപ്റ്റർ അതേപോലെ തന്നെ നമ്മൾ ഇത് ആർക്കാ കൊടുക്കാണ്, ആരാണ് നമ്മൾ ക്യാഷ് കൊടുക്കാത്തതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് എന്നുള്ള ലയബിലിറ്റി, ക്രെഡിറ്റർ എന്നുള്ള ഒരു ലയബിലിറ്റി എന്ത് ചെയ്യും ഇവിടെ വരും, ക്രെഡിറ്റർ അക്കൗണ്ട് എന്നുള്ള ലയബിലിറ്റിയും വരും. സോ നോക്കിയേ, പർച്ചേസ് എത്ര പൈസ ഒക്കെ നടന്നിട്ടുള്ളത്, 1 lakh rupees ആണ് പർച്ചേസ് നടന്നിട്ടുള്ളത്. 1 lakh rupees ആണ് പർച്ചേസ് നടന്നിട്ടുള്ളത്. സോ നമ്മൾ ടു ക്രെഡിറ്റർ എന്ന് പറഞ്ഞ 1 lakh എഴുതിയാൽ മതിയായിരുന്നു. ബട്ട് ഇവിടെ GST ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ കൊടുക്കണം. സോ അതും കൂടെ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് വരും, ഇൻപുട്ട് CGST അക്കൗണ്ട്, അതേപോലെ തന്നെ ഇൻപുട്ട് SGST അക്കൗണ്ട് കൊടുക്കണം. ഇൻപുട്ട് SGST CGST കൊടുക്കണം. നോക്കിയേ, 1 lakhന്റെ 5% ആണ് SGST, 1 lakhന്റെ 5% ആണ് CGST എന്ന് പറയുന്നത്. അങ്ങനെയാണ് 5% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 1 lakhന്റെ 5% 5,000 അല്ലേ, 5,000 കൂടെ വെച്ചിട്ട് നമ്മളപ്പോൾ ടോട്ടൽ എത്ര കൊടുത്തിട്ടുണ്ടാവുക, 1 lakhന് കൂടെ 5,000 കൂടെ വരുന്ന സമയത്ത് 1,10,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? 1,10,000 നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മൾ ഒന്നാമത്തെ ജേണൽ എൻട്രി 4 മാർക്കിനാണെങ്കിൽ 1 മാർക്ക് കിട്ടിയിട്ടോ നമുക്ക്. നെക്സ്റ്റ്, ഹി സോൾഡ് ദം ഫോർ rupees 1,35,000 ഇൻ ദ സെയിം സ്റ്റേറ്റ് ഇൻ ക്രെഡിറ്റ്. കടത്തിന് തന്നെ എന്ത് ചെയ്തു, സാധനവും നമ്മൾ വിറ്റു. സോ നമ്മൾ ക്യാഷ് സെയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽ എന്നാണ് ഇതുള്ളത്. ഇവിടെ ക്യാഷ് സെയിൽ ഇല്ലാത്തതുകൊണ്ട് കടത്തിന് അതിന് നമ്മൾ എന്ത് ചെയ്താ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽ എന്നാണ് നമ്മൾ ജേണൽ എൻട്രി ചെയ്തുക അല്ലെ. ജേണൽ എൻട്രി നമ്മൾ പഠിച്ചല്ലേ അല്ലെ, നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് നമ്മൾ ജേണൽ എൻട്രി ചെയ്തു. സെയിൽസ് അക്കൗണ്ട് 1,35,000 ആണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. 1,35,000 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ട്രാൻസാക്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ എമൗണ്ട് മാത്രമായിരുന്നു ഡെപ്റ്റേഴ്സിലേക്ക് വരുള്ളൂ അല്ലെ, നമ്മൾ അവിടെ എഴുതുള്ളൂ. ട്രാൻസാക്ഷൻ അവിടെ ക്ലോസ് ചെയ്യും, ജേണൽ എൻട്രി ക്ലോസ് ചെയ്യായിരുന്നു. ബട്ട് GST കൂടെ ഉള്ളത് കൊണ്ട് സെയിൽ നടക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ഒരു ലയബിലിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ 1,35,000 എത്ര പെർസെന്റേജ് ആണ്, 5% അല്ലേ. 5% എന്ന് പറയുമ്പോൾ എത്രയാണ്, 6,750 നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഔട്ട്പുട്ട് CGST എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഔട്ട്പുട്ട് SGST എന്ന് പറഞ്ഞിട്ടും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് 6,750 രൂപ ഒരു ലയബിലിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. 6,750 രൂപ നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സിലേക്ക് നമ്മൾ എത്ര പൈസ ഇടേണ്ടത്, 1,35,000 നമ്മുടെ സെയിൽസ് പ്രൈസും അതേപോലെ തന്നെ 6,750 നമ്മുടെ 1,35,000 പ്ലസ് 6,750 നമ്മുടെ CGSTയും അതേപോലെ തന്നെ 6,750 നമ്മുടെ SGSTയും കൂടെ കൂടുമ്പോൾ 13,500 ടാക്സും പ്ലസ് 1,35,000 എന്താണ് നമ്മുടെ ഈ ഒരു ഗുഡ്സിന്റെ സെയിൽ സമയത്ത് ആ സെയിൽ വാല്യൂ. അങ്ങനെ 1,48,500 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെപ്റ്റേഴ്സിലേക്ക് ഇടേണ്ടത്. 1,48,500. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് വെച്ചോ, ഇവിടെ നമ്മൾ ഇൻപുട്ട്
എത്രയാണ് കൊടുത്തു വെച്ചിട്ടുള്ളത്? 5000 കൊടുത്തു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇവിടെ ടാക്സ് എത്രയാണ് വന്നിട്ടുള്ളത്? 6750 വന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രോബ്ലം കഴിയുന്നില്ല, വേറെ എന്തോ ജേണൽ എൻട്രീസ് ഒക്കെ പറയുന്നുണ്ട്, വേറെ എന്തൊക്കെയോ ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ നോക്കിയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. കാരണം നമ്മൾക്ക് സെയിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇൻപുട്ട് ടാക്സുകൾ വന്നിട്ടുണ്ടോ, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയപ്പോൾ ഇൻപുട്ട് ടാക്സുകൾ വന്നിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ഒന്ന് കുറക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പഠിച്ചു വെക്കുക, അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് വൺ നമ്മൾ ചെയ്തു. തേർഡ് വൺ ഹി പെയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ റുപ്പീസ് 8000. നമ്മൾ ഈ സെയിലുമായി ബന്ധപ്പെട്ട് പർച്ചേസുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നിട്ടുണ്ട്? 8000 രൂപയുടെ ചെലവ് വന്നിട്ടുണ്ട്. സോ നമ്മൾ വണ്ടിക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ഉണ്ടാവും? GST ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലെ? എവറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, എവറി ഗുഡ്സ് ആൻഡ് സർവീസിനുള്ള ടാക്സ് GST ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചില്ല. ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടല്ലേ, നമ്മൾ KSRTC പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ് GST കൊടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകണം, അവിടെ GST കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ആവശ്യമില്ല. ബട്ട് ഇവിടെ നമ്മുടെ നോർമലി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരുമ്പോൾ, GST പ്രോബ്ലം വരുമ്പോൾ അതിൽ എല്ലാ ട്രാൻസാക്ഷൻസിലും അവിടെ എല്ലാ കാര്യങ്ങളിലും അവിടെ GST വന്നിട്ടുണ്ട് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ 8000 ചെലവ് വന്നു എന്ന് പറയുമ്പോൾ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസിന്റെ കൂടെ GST ഉള്ള പ്രോബ്ലം ആയതുകൊണ്ട് GST വന്നിട്ടുണ്ടാവും, GST കൊടുത്തിട്ടുണ്ടാവില്ലേ? സോ നമ്മൾ ചെലവിന്റെ കൂടെ കൊടുക്കുന്ന GSTകളൊക്കെ നമുക്ക് എന്താണ്? ഇൻപുട്ട് ടാക്സുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ നടന്നെന്ന് പറയുന്നുണ്ട്. ഇൻപുട്ട് നമ്മൾ എന്താ ചെയ്തേണ്ടത്? CGST SGST ഇൻപുട്ട് CGST അക്കൗണ്ട്, അതേപോലെ തന്നെ ഇൻപുട്ട് SGST അക്കൗണ്ട്. എത്ര എമൗണ്ട് വന്നിട്ടില്ല നോക്കിയേ, എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്? 8000 രൂപയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 8000 രൂപ. 8000 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ 400 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? CGST SGST ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും 5%. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നമ്മൾ മൊത്തം ക്യാഷ് കൊടുത്തിട്ടുണ്ടാവുക? 8800 രൂപ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. 8800 രൂപ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. നോക്കിയേ, ഇവിടെയും ഒരു ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ട്, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ, അങ്ങനെയാണ് ലാസ്റ്റ് ഒരു എൻട്രി കൂടെ തന്നിട്ടുണ്ട്, അല്ലെ? ഒരു ട്രാൻസാക്ഷൻ കൂടെ തന്നിട്ടുണ്ട്. ഹി ബോട്ട് കമ്പ്യൂട്ടർ പ്രിന്റർ ഫോർ റുപ്പീസ് എന്താണ്? 10,000. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിന്റർ വാങ്ങിയിട്ടുണ്ട്, അതിനും 10000 രൂപയാണ്. സോ ഇയാളുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വാങ്ങിയതാണ്. നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. ആ ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്താക്കാം? നമുക്കിവിടെ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ പുതിയ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ഒരു അസറ്റ് വാങ്ങിയതല്ലേ? അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ജേണൽ എൻട്രി. അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്താ ജേണൽ എൻട്രി എഴുതേണ്ടത്? ആ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ പ്രിന്ററിനോ അല്ലെ വെറും പ്രിന്ററിനോ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു അസറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അത് നമ്മൾ വാങ്ങുമ്പോഴുണ്ട് നമ്മുടെ ചെലവ് പോലെ ആയതുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതുകൊണ്ട് അവിടെ ഒരു ഇൻപുട്ട് ടാക്സ് എന്നുള്ള ഒരു അസറ്റ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. സോ ഇൻപുട്ട്, കാരണം നാളെ നമുക്ക് സാധനം വിൽക്കുന്ന സമയത്ത് നമുക്ക് ITC എന്നൊക്കെ പറയും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സാധനം വിൽക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ലയബിലിറ്റി ആയിട്ടുള്ള ടാക്സ് ഒന്ന് കുറച്ചിട്ട് ബാക്കി പൈസ കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് CGST അക്കൗണ്ട്, അതേപോലെ തന്നെ ഇൻപുട്ട് SGST അക്കൗണ്ട്, ഇൻപുട്ട് CGST അക്കൗണ്ട്, ഇൻപുട്ട് SGST അക്കൗണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും എന്ന് നോക്കി നോക്കിയേ. ഇവിടെ നരേഷ് നിങ്ങൾ എഴുതണം കേട്ടോ. പ്രിന്ററിന് എത്രയാണ്? 10000 രൂപയാണ് വില. 5% എന്ന് പറയുമ്പോൾ 500 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻപുട്ട് ടാക്സ് ആയിട്ടും. അങ്ങനെ ടോട്ടലി 11000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ നോക്കിയേ, ഇവിടെയും ഒരു ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ട് ഇല്ലേ? ഇവിടെയും ഒരു ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ട്, ഇവിടെയും നിങ്ങൾ എന്തുണ്ട്? ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു, ജേണൽ എൻട്രി കഴിഞ്ഞു. ബട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒരു 4 മാർക്കിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ലയബിലിറ്റി വന്നു, എത്ര അതിൽ നിന്ന് നമ്മൾ അസറ്റ് ആയിട്ട് ഓൾറെഡി കൊടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് എത്രയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് എത്രയാ? നമ്മുടെ കയ്യിലേക്ക് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വന്നിട്ടുള്ളത് എത്രയാണ്? നമുക്ക് റഫ് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഇതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് കഴിയും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഔട്ട്പുട്ട് ടാക്സ് ഞാൻ ഇവിടെ SGST എന്ന് എഴുതാം, അതേപോലെ തന്നെ CGST എന്ന് എഴുതാം, CGST SGST എഴുതാം. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ ഔട്ട്പുട്ട് ടാക്സ് എത്രയാണ് വന്നിട്ടുള്ളത്? നോക്കിയേ, ഇത് ആകെ ഇത് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. 6750 രൂപ. 6750 രൂപയാണ് എന്ത് വന്നിട്ടുള്ളത്? 6750 രൂപയാണ് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ബട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് ടാക്സ് ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധനം വാങ്ങിയപ്പോഴും അതിന്റെ ട്രാൻസ്പോർട്ടേഷനും
രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് ഇൻപുട്ട് ടാക്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഇൻപുട്ട് ടാക്സസ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാക്കി ഗവൺമെന്റ് കൊടുത്താൽ മതി. അതർവൈസ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് മുഴുവനും ഗവൺമെന്റ് കൊടുക്കേണ്ടി വരുന്നു. ഇത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഗവൺമെന്റിന് കൊടുക്കണമായിരുന്നു. ബട്ട് ഇങ്ങനെ ഒരു നമുക്ക് ആ ഒരു ടാക്സ് ക്രെഡിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഇൻപുട്ട് ടാക്സ് ആയിട്ട് അത് മാറ്റി വെച്ചിട്ട് അവരത് എന്ത് ചെയ്തോളും, അത് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ എഴുതി വെക്കും ഇൻപുട്ട് ടാക്സ് ഉണ്ടെന്നുള്ള, അതിന്റെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യും, ഇപ്പുറത്ത് ലയബിലിറ്റി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇൻപുട്ട് ടാക്സ് എത്ര ഇൻപുട്ട് ടാക്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് നോക്കുക. എന്നിട്ട് ബാലൻസ് നെറ്റ് പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരിക നോക്കുക. നോക്കിയേ, ഇൻപുട്ട് ടാക്സ് നമ്മൾ ഓൾറെഡി എത്ര കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ ഇത് 5000 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ 5000 കുറക്കാം. 5000 ഇവിടെയും CGST ഉണ്ട്, 5000 SGST ഉണ്ട് അല്ലെ. 5000 നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കുറച്ചു. അതേപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇത് 400 കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്തു, 400 എന്ത് ചെയ്തു കൊടുത്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, ഒരു 500 ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ 500 നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ടാക്സ് ആയിട്ട് കുറിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനിയൊന്നുമില്ലല്ലോ, നമ്മൾ എൻട്രി കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് നെറ്റ് പേയ്മെന്റ് എത്രയാണ് നമ്മൾ നോക്കണം. നെറ്റ് പേയ്മെന്റ് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് നോക്കണം. ഇത് നമുക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ തന്നെ കിട്ടുട്ടാ. ഇതിങ്ങനെ കിട്ടിയും ഞാൻ ഓൾറെഡി ഇന്ന് കാണിച്ചു തന്നിട്ട് ജേണൽ എൻട്രി എഴുതുമ്പോൾ കാണിച്ചത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ എമൗണ്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 6750 ആണ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ്. ഈ 6750 നിന്നും 5000 രൂപ നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തു, 400 രൂപ നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തു, 500 രൂപ ഓൾറെഡി നമ്മൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തു. അങ്ങനെ 850 രൂപയാണ് ഇനി SGST കൊടുക്കാനുള്ളത്. 850 രൂപയാണ് ഇനി SGST ആയിട്ട് കൊടുക്കാനുള്ളത്. ഇതേപോലെ തന്നെയല്ലേ CGST ഉണ്ടാവുക 850. ഇതേപോലെ തന്നെ 850 അല്ലേ CGST-യിലും SGST-യിലും കൊടുക്കാനുണ്ടാവുക. അങ്ങനെ മൊത്തത്തിൽ ഇനി ഇയാൾ എത്ര കൊടുക്കാനുണ്ടാവും, മൊത്തത്തിൽ ഇയാൾ ഇനി എത്ര കൊടുക്കാനുണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞേ. 850 × 2 പറയുമ്പോൾ 1700 രൂപയാണ് ഇയാൾ ഇനി മൊത്തത്തിൽ കൊടുക്കേണ്ടി വരിക. ഇയാള് മൊത്തത്തിൽ ഇനി എത്ര കൊടുക്കേണ്ടി വരിക, 1700 രൂപയാണ് ഇയാൾ ഇനി മൊത്തത്തിൽ ആകെ കൊടുക്കേണ്ടി വരിക. അതിൽ 850 നമ്മൾ എന്താണ് SGST ആണ്, 850 CGST ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കാൽക്കുലേഷനിൽ IGST കൂടെ കയറി വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നേനെ. കാരണം നമ്മൾ IGST വെച്ച് കുറച്ച് ഇതിനകത്തേക്ക് ഇടും. അതായത് IGST വെച്ചിട്ട് നമുക്ക് IGST ഉണ്ടെങ്കിൽ IGST നമുക്ക് തീർച്ചയായും സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോ ആ ലെവലൊക്കെ നിങ്ങൾ ചോദിക്കൂല. ആ ലെവലൊക്കെ ഇപ്പോൾ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. സോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സ് ചോദിച്ചാൽ ഞാൻ അങ്ങനെ അതിന്റെ ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്തു തരാം. അതർവൈസ് നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ കൊടുക്കാനുള്ള ടാക്സ് ഇല്ലേ, ഔട്ട്പുട്ട് ടാക്സ്. ഈ ഔട്ട്പുട്ട് ടാക്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബാധ്യതയാണ്. ഈ ബാധ്യത നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഈ ബാധ്യത കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, കുറഞ്ഞു കിട്ടും. സോ ബാധ്യത കുറയുമ്പോൾ, ലയബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ ഈ ഔട്ട്പുട്ട് ടാക്സിന് ഞാൻ എന്ത് ചെയ്യണം, വന്ന് ഡെബിറ്റ് ചെയ്യാണ് കേട്ടോ. ഫൈനൽ നമ്മൾ നെറ്റ് ഓഫ് ചെയ്യാണ്. നമ്മൾ ഈ ഔട്ട്പുട്ട് ടാക്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ട്പുട്ട് CGST ആ ഒരു ലയബിലിറ്റി ഞാൻ ഒഴിവാക്കിയിട്ടാ. കാരണം ഞാനത് കൊടുക്കുകയല്ലേ. സോ കൊടുക്കുന്ന സമയത്ത് ലയബിലിറ്റി കുറയുമല്ലോ. സോ അതേപോലെ തന്നെ ഔട്ട്പുട്ട് SGST അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാ, 6750 നമുക്ക് കൊടുക്കാനുള്ളത്. 6750. നോക്കിയേ, നമ്മുടെ കയ്യില് വേറെ ഇൻപുട്ട് ടാക്സുകൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട്, ടു ക്യാഷ് എന്നല്ല, നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്, അതുവഴിയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ക്യാഷ് എന്ന് തന്നെ വിചാരിക്കും. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അതിലേക്ക് നമ്മൾ ക്യാഷ് ഇടുകയാണ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ക്യാഷ് ഇടുകയാണ്. നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ ക്യാഷ് കൊടുക്കുന്ന പോലെ തന്നെ ടു ക്യാഷ് ചെയ്താലും കുഴപ്പമില്ല. സോ നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവനും 6750 എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ്, 12000, നമ്മൾ 1500 എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് ഫുള്ള് നമ്മൾ കൊടുത്തതിന് ഏകദേശം 13500 രൂപ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഗവൺമെന്റ് കൊടുക്കണമായിരുന്നു. ബട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് കൊടുത്തിട്ടില്ലേ ഇൻപുട്ട് ടാക്സ് ആയിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞ് എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന്. നമ്മൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഇൻപുട്ട് CGST ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, SGST നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയാണ്, എത്രയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേ, എത്രയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ട് CGST എത്ര നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ ഇൻപുട്ട് CGST 5000 കൊടുത്തിട്ടുണ്ട്. വേറെ ഇൻപുട്ട് CGST കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു 400 രൂപ കൊടുത്തിട്ടുണ്ട്. വേറെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു 500 രൂപ നമ്മൾ ഇൻപുട്ട് CGST കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5900 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇൻപുട്ട് CGST എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. 5900 രൂപ ഇൻപുട്ട് CGST എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരേ എമൗണ്ടല്ലേ പകുതി എഴുതിയത്. അതുകൊണ്ട് തന്നെ 5900 രൂപ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, SGST ആയിട്ടും ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. ഇനി ബാക്കി എത്ര പൈസ ഉള്ളത് നോക്കുക. ബാക്കി നമ്മൾ നെറ്റ് ഓഫ് ചെയ്യുക. ബാക്കി നെറ്റ് നമുക്ക്
ബാക്കി നമുക്ക് നെറ്റ് ഇനിയും കൊടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ സിമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞിരിക്കേണ്ട സിമ്പിൾ എന്താണ് നമ്മുടെ ക്യാഷ് തന്നെ കേട്ടോ നമ്മുടെ ക്യാഷ് തന്നെ നമ്മുടെ നെറ്റ് ഓഫ് എന്നുള്ള നരേഷനും കൂടെ അവിടെ എഴുതി കൊടുക്കുക നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഇനിയും കൊടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക ക്യാഷ് വെച്ച് കൊടുക്കുക ഇനി നോക്കിയാൽ ഈ സൈഡാണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇനി ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും ഈ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അവിടെ കയ്യിൽ വെക്കും കാരണം ഇനി നമ്മൾ ഒരു സെയിൽ നടക്കുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് വരുമ്പോൾ അതിൽ നിന്ന് കുറക്കാലോ അങ്ങനെ അവിടെ അസറ്റ് ബാക്കിയുള്ള അസറ്റ് എന്ത് ചെയ്തോളും അവിടെ വെച്ചോളും അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് ഇവിടെ നെറ്റ് ഓഫ് വന്നിട്ടുണ്ടോ 6750 × 2 ചെയ്യുന്ന സമയത്ത് 13500 ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത് 13500 രൂപ കൊടുക്കണമായിരുന്നു അതിൽ 5900 ഓൾറെഡി കൊടുത്തു വേറൊരു 5900 ഓൾറെഡി കൊടുത്തു അങ്ങനെ 1700 ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടി വരിക ഇനി കൊടുക്കേണ്ടി വരിക ഇനി എത്ര നമ്മൾ കൊടുക്കേണ്ടി വരിക 1700 രൂപയാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത് ഈ 1700 രൂപ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ 1500 അല്ലേ ഈ 1500 എന്ന് പറയുന്നത് നോക്കിയേ ഈ 1500 ഈ 1500 എന്നുള്ളത് ഈ 1500 എങ്ങനെയാ വന്നത് എന്നാണ് ഞാൻ എന്ത് ചെയ്തുള്ളത് ഇവിടെ കാണിച്ചെന്നുള്ളത് ഇത് നിങ്ങൾ എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ പർച്ചേസ് നടക്കുമ്പോൾ ജേണൽ എൻട്രി ചെയ്തുക പർച്ചേസ് നടക്കുമ്പോൾ അവിടെ ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ടാവും സെയിൽ നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഔട്ട്പുട്ട് ടാക്സ് വന്നിട്ടുണ്ടാവും ഇനി അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷനോ വേറെ അസറ്റ് വാങ്ങിയതോ അങ്ങനെ എന്താ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ഉണ്ടാവും നമ്മൾ ക്യാഷ് അങ്ങോട്ടേക്ക് പോയതാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് പോയിട്ടുണ്ടാവും ഇൻപുട്ട് ടാക്സും കൂടെ പോയിട്ടുണ്ട് സോ അത് നമ്മുടെ ഒരു അസറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് സോ നാളെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിൽ ഔട്ട്പുട്ട് ടാക്സ് ഇത്ര ഓൾറെഡി വന്ന് കിടക്കണം അത് നമ്മുടെ പൈസയല്ല ഗവൺമെന്റിന്റെ പൈസയാണ് നമ്മുടെ ബാധ്യത അത് നമ്മൾ എന്ത് ചെയ്യുക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഈ അവസാനം നമ്മൾ എന്ത് ചെയ്യുക ഈ ബാധ്യത എടുത്ത് കൊടുത്തു തീർക്കുക നമ്മൾ ഞാൻ ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ഉള്ള ബാധ്യത നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യണം ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടേ അത് ഡെബിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ഞാൻ ഇത്രയും കാലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് ടാക്സ് കുറെ കൊടുത്തിട്ടില്ലേ സോ ആ ഇൻപുട്ട് ടാക്സ് കൊടുത്തത് ഞാൻ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക എന്നിട്ട് ബാലൻസ് എമൗണ്ട് എത്രയാണ് വരുന്നത് നോക്കുക ബാലൻസ് എമൗണ്ട് വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ മറ്റേ BF എന്ന് നമ്മൾ ഇത് ബാലൻസ് ഫിഗർ അല്ല നമ്മൾ BF എന്ന് എഴുതുക ബാലൻസ് ഫിഗർ ആ ബാലൻസ് ഫിഗർ ആണ് ഞാൻ BF എന്ന് ബാലൻസ് ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അല്ലെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക കൊടുത്തു തീർക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്ന സിമ്പിൾ പ്രോസസ് എന്ന് പറയുന്നത് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1 മണിക്കൂറിന് മുകളിൽ എന്ത് ചെയ്തത് കോൺസെപ്റ്റിൽ ഇങ്ങനെ മെല്ലെ പറഞ്ഞു വന്നിട്ടുള്ളത് മെല്ലെ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കാണ് സോ മുഴുവൻ നോക്കിയേ നമ്മൾ ആദ്യം എന്താ ചെയ്തിട്ടുള്ളത് പർച്ചേസ് എടുക്കുമ്പോൾ അതിന് ജേണൽ എൻട്രി ചെയ്ത് സെയിൽ എടുക്കുമ്പോൾ അതിന് ജേണൽ എൻട്രി ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷനോ അസറ്റ് വാങ്ങിയതോ ഉണ്ടെങ്കിൽ അതിന് ജേണൽ എൻട്രി ചെയ്ത് ക്യാഷ് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇൻപുട്ട് ടാക്സ് ആണ് നമ്മൾ സെയിൽ നടക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വരും ഫൈനൽ എന്ത് ചെയ്യുക ഈ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആകെ നിങ്ങൾ തിയററ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ള ഈ GSTക്ക് 2 ടൈപ്പ് ഓഫ് സപ്ലൈ ആണുള്ളത് ഇന്റർ സ്റ്റേറ്റ് ഉണ്ടാവും ഇൻട്രാ സ്റ്റേറ്റ് ഉണ്ടാവും ആ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാ പകുതി സ്റ്റേറ്റ് പകുതി സെൻട്രൽ അങ്ങനെ വിചാരിക്കുക ഇനി പുറം രാജ്യങ്ങളിലേക്ക് അങ്ങനെ വിചാരിച്ചോ പുറം സ്റ്റേറ്റുകളിലേക്കോ ഒരു സ്റ്റേറ്റിന് പുറത്തോട്ടേക്കാണെങ്കിൽ അല്ല പുറം സ്റ്റേറ്റ് നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ പുറം രാജ്യങ്ങളിൽ ഇങ്ങോട്ടേക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പകുതി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല പകുതി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് പകുതി സ്റ്റേറ്റ് എന്നുള്ള പ്രോസസ് അവിടെ നടക്കൂല നിങ്ങൾ എന്ത് ചെയ്തത് ഒന്നിച്ചിട്ട് IGST എന്ന് പറഞ്ഞത് ഇത് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്താൽ മതി ഇനി അത് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ SGSTക്ക് പകരം എന്ത് ചെയ്യും UTGST വരും ക്ലിയർ ആയോ UTGST വരും സോ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇതാണ് 3 കോമ്പോണന്റിലെ 3 ടൈപ്പ് UTGST പഠിച്ചിട്ടില്ലെങ്കിലും CGST SGST IGST ഇതാണ് ടൈപ്പ് ഓഫ് GST അല്ലെ കോമ്പോണന്റ് ഓഫ് GST ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിന്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാക്കിയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് എന്താണ് ഇൻപുട്ട് ടാക്സ് എന്താണ് ഔട്ട്പുട്ട് ടാക്സ് എന്താണ് നെറ്റ് ടാക്സ് എന്താണ് നമ്മൾ ഇതിന്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ചെയ്തു അതേപോലെ തന്നെ കുറച്ച് വലിയ എല്ലാ ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു ജേണൽ എൻട്രീസ് നമ്മൾ ചെയ്തു ഫൈനൽ അതിന്റെ സെറ്റ് ഓഫ് ചെയ്തു സോ ദിസ് ഈസ് ഇനഫ് ദിസ് ഈസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രീ ഉള്ള ടൈമിൽ ഇരുന്നിട്ട് വെറുതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിരിക്കൂലേ അതേപോലെ നിങ്ങൾ ഇഗ്നോർ ചെയ്തതാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി വെച്ചതാണെങ്കിൽ നാളെ നമുക്ക് ഇത് ഉപകാരപ്പെടും ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ കാണാൻ മനസ്സിലാക്കുക ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി നോക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ